ഞങ്ങളോട് കൂടെ ഇരിക്കുകയും നിന്റെ ആശ്വാസം ഞങ്ങൾക്ക് പകർന്നു നൽകുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട കെ ജി ജോൺചാൻ്റെ ധനികരമായ ജീവിതത്തിനായി ഞങ്ങൾ തന്നെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ 66 വർഷക്കാലം ഈ ഭൂമിയിൽ ദൈവം കൊടുത്ത അവസരത്തിലൊക്കെ തന്നെ ഏൽപ്പിച്ചതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റവും ഭംഗിയായി നിർവഹിപ്പാനായിട്ട് ദൈവം കൃപ ചെയ്തു. രോഗത്തിൻ്റെയും പ്രയാസങ്ങളുടെയും വേദനാജനകമായ മുഹൂർത്തങ്ങളിലൂടെയൊക്കെ കടന്നുപോയപ്പോൾ കർത്താവ് നിൻ്റെ മകനെ അവിടുന്ന് താങ്ങി കൃപയിൽ അവിടുന്ന് സൂക്ഷിച്ചല്ലോ. നിൻ്റെ സമയമായപ്പോൾ നിൻ്റെ സന്നിധിയിലേക്ക് വിളിച്ച് അടുപ്പിച്ചതിനായി സ്തോത്രം. കർത്താവെ, വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ 3 പേരെയും കുടുംബമായി ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്ക് ആശ്വാസദായകനായി കൂടിയിരിക്കണമേ. ലോകത്തിന് നൽകുവാൻ കഴിയാത്തതായ സമാധാനം കർത്താവെ നീ അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയമായ പ്രത്യാശയിൽ അവിടുന്ന് നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ആ വലിയ പ്രത്യാശയോടുകൂടി അവിടുത്തെ മഹത്വപ്രതിരക്ഷ ദിവസത്തെ ഞങ്ങൾക്ക് വീണ്ടും കാണാമെന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടി പ്രിയപിതാവിനെ യാത്ര പറയുവാൻ ഞങ്ങളെയും ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും ഇടവകയും ഓരോരുത്തരെയും ഇവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും നീ ഇവിടുന്ന് ഒരുപോലെ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ സർവീസിൽ പങ്കെടുക്കാൻ കഴിയാതെ വിവിധ സ്ഥലങ്ങളിലായിരുന്ന ഇതിൽ കാണുന്നതായ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെയും ദുഃഖവും നിരാശകളൊക്കെ അവിടുന്ന് അറിയുന്നല്ലോ. അവരെ അവിടുന്ന് ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥയെ നിയന്ത്രിച്ച് അനുകൂലമാക്കണമേ. ഇന്നും നാളെമായി നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും ദൈവത്തിൻ്റെ വലിയ കൃപ കൂടിയിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യാശയോടുകൂടി ഞങ്ങൾ ഇടവകയും ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരെയും ഈ കുടുംബാംഗങ്ങളെ അവിടെ നിറച്ചുകൊള്ളണമേ. മഹത്വം തമ്പനെടുക്കണം. യേശു മിശിഹാ മൂലം ഞങ്ങളെ കൂടി പ്രാർത്ഥിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേ. ഗായക സംഘം പാട്ടുപാടും. ആ സമയത്ത് വ്യൂയിങ് സ്റ്റാർട്ട് ചെയ്യുന്നു.
അനുശോചനങ്ങൾ കണ്ടോളൻസസ് അറിയിക്കുന്നതായ സമയമാണ്. ക്രിസ്റ്റോസ് മർത്തോമ ഇടവകയിലെ സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പിൻ്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട ജോർജ് ജേക്കബ് സാർ ഇപ്പോൾ അനുശോചനം രേഖപ്പെടുത്തും. എന്തെങ്കിലും സംസാരിക്കാൻ വിഷമമുള്ള ഒരു സമയമാണ്. ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ നെഞ്ചിൽ എന്തോ ഇരുന്ന് പുകയുന്നുണ്ട്, പക്ഷേ അത് വാക്കുകളായി പുറത്തോട്ട് എടുക്കാൻ വിഷമമുള്ള സന്ദർഭങ്ങളാണ്. ബേബി എന്ന വീട്ടിലെ പേരിലാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇവിടെയും നാട്ടിലും ഞങ്ങൾ അയലോക്കക്കാരാണ്. നാട്ടിൽ തൊട്ടടുത്ത വീടാണ്. ഇവിടെയും ഒരു 2-3 വീട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീടാണ്. പക്ഷേ നാട്ടിൽ നിന്ന് പോരുന്നിട വരെ എനിക്ക് ബേബിയെ അറിയാൻ വയ്യായിരുന്നു. ഇന്നലെ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോഴാണ് അച്ഛൻ പ്രായം പറഞ്ഞത്. അന്നേരം നോക്കിയപ്പോൾ എന്നെക്കാട്ടിൽ ഒരു 13 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അത് കാരണമാണ് ഞാൻ അദ്ദേഹത്തെ നാട്ടിൽ വെച്ച് കാണാതെ പോയത്. ഇവിടെ വന്നാണ് പരിചയപ്പെട്ടത്. അദ്ദേഹം സീനിയർ സിറ്റിസൺസ് ഗ്രൂപ്പിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു. ഈ ഓർഗനൈസേഷൻ മർത്തോമ സഭയിൽ ഫോം ചെയ്തിട്ട് ഇപ്പം 5 വർഷമായതേ ഉള്ളൂ. അതിൻ്റെ ആദ്യത്തെ സ്റ്റേജിൽ അത് വളർന്നു വരാനും എന്തെങ്കിലും പ്രവർത്തിക്കാനുമൊക്കെ കാരണക്കാരൻ ബേബിയായിരുന്നു. ബേബിയും കുഞ്ഞമ്മയും 2 പേരും ഒരുപോലെ അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ നെഞ്ചിലേതോ ഉണ്ട്, പക്ഷേ പറയാൻ വാക്കുകളാക്കി പുറത്തോട്ടെടുക്കാൻ സ്വല്പം വിഷമമാണ്. അതുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ബെൻസിക്കും ബോബിക്കും ബിബിനും അവരുടെ കുടുംബാംഗങ്ങൾക്കും സർവ മംഗളങ്ങളും നേരുന്നു. കൂടുതൽ ദൈവാശ്രയത്തിൽ കഴിയുവാൻ ദൈവം അവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ക്രിസ്റ്റോസ് മർത്തോമ ഇടവകയിലെ സേവിയ സംഘത്തെ പ്രതിനിധീകരിച്ച് ഡോക്ടർ മറിയാമ്മ അബ്രഹാം ഇപ്പോൾ കണ്ടോളൻസസ് അറിയിക്കും. എൻ്റെ പ്രിയമുള്ള അച്ഛന്മാരെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഇന്ന് സേവിയ സംഘത്തെ പ്രതിനിധീകരിച്ച് എൻ്റെ കണ്ടോളൻസ് പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. I have fought the good fight. I have finished the race. I have kept the faith. From now on, there is reserved for me the crown of righteousness, which the Lord, the righteous judge, will give me on that day, and not only to me, but also to all who longed for his appearing.
യെസ്, നമ്മുടെ പ്രിയപ്പെട്ട, ഞാൻ ജോണെന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്, ഞാൻ ബേബി എന്നൊരിക്കലും വിളിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ ജോൺ തന്നെ സംബോധന ചെയ്തുകൊണ്ട് പറയുന്നു. യെസ്, നമ്മുടെ ഈ പ്രിയപ്പെട്ട ജോണ് നല്ല പോർപ്പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടവുമായി ഇതാ ദൈവസന്നിധിയിലേക്ക് പോയിരിക്കുന്നു. ജോണും ഫാമിലിയും ഗൾഫിൽ നിന്നും അന്ന് ബദേൽ ചർച്ചിൽ വെച്ചാണ് ഞാൻ പരിചയപ്പെടുന്നത്. അന്ന് വന്ന് തുടങ്ങി ഇന്ന് വരെയും ജോണുമായും കുഞ്ഞുഞ്ഞമ്മയുമായും ഞങ്ങൾക്ക് ആ കുടുംബമായിട്ട് നല്ല ബന്ധമായിരുന്നു. ഞങ്ങൾ കൂട്ടുകാരെ പോലെയായിരുന്നു, വർത്തമാനം പറയുന്നതും കഴിയുന്നതും എല്ലാം. ബദേലിൽ വരുമ്പോൾ കുഞ്ഞുഞ്ഞമ്മയോട് ഞാൻ ചോദിച്ചു, കുഞ്ഞുഞ്ഞമ്മ സവ്യ സംഘത്തിനൊക്കെ പോകുമെന്ന് ചോദിച്ചു. പോകുമെന്ന് പറഞ്ഞു. അന്ന് തുടങ്ങി ഒരു ദിവസം പോലും പുള്ളി മുടങ്ങാതെ ഡ്രൈവ് ചെയ്യുന്നിടം വരെ ഞാൻ റൈഡ് കൊടുക്കുമായിരുന്നു. വന്ന് സിക്കായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ലാസ്റ്റായിട്ട് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു, ജോണും ലീലാമയും കൂടെ ഞങ്ങൾ സേവ്യ സംഘത്തിനോട് ഒരു പ്രാർത്ഥന വെച്ചിട്ട് 5-8 ഐറ്റംസ് തന്ന് ഞങ്ങളെ സന്തോഷിപ്പിച്ച് വിട്ടു. എന്നിട്ട് കുഞ്ഞുഞ്ഞമ്മ ഞങ്ങളോട് യാത്രയായി. പിന്നെ ജോണുണ്ടായിരുന്നു. ഞങ്ങൾ ബദേൽ ചർച്ചിൽ അന്ന് അവർ വരുമ്പോൾ ബിൻസി മാത്രമേ ഉള്ളായിരുന്നു ഗ്രാജുവേറ്റ് ആയിട്ടുള്ളത്. ബിബിയും ഇളയമനും അവർ സ്റ്റുഡൻസ് ആയിരുന്നു. അവരുടെ പഠിത്തങ്ങളെല്ലാം കഴിഞ്ഞ് അവരെല്ലാവരും നല്ല ജോലിയായി, അവർക്ക് കുടുംബമായി, അവർക്ക് മോഡലായി, അവരുടെ മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം കണ്ടിട്ടാണ് ജോൺ ഇപ്പോൾ യാത്രയായിരിക്കുന്നത്. ദൈവം അതിനുള്ള എല്ലാ സഹായങ്ങളും ജോൺ ചെയ്തു കൊടുത്തു. ജോൺ ഞങ്ങളുടെയും മക്കളുടെ എല്ലാവരും മോഡലായിരുന്നെന്ന് എനിക്കിവിടെ നിന്നുള്ള ധൈര്യമായിട്ട് പറയാം. ബിൻസി നമ്മുടെ എല്ലാം കൊയറിൻ്റെ നടുത്തൂണും യൂത്തുകളുടെ നടുത്തൂണുമാണ്. ബോബി സൺഡേ സ്കൂളിൽ ന്യൂജേഴ്സിയിൽ മൂവ് ചെയ്യുന്നിടം വരെയും ഞങ്ങളുടെ കൂടെ സൺഡേ സ്കൂളിൽ സെക്രട്ടറി ആയിട്ടും ടീച്ചറായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവരെയെല്ലാം മോഡൽ ചെയ്ത് ദൈവസ്ഥാനത്തൊക്കെ ആക്കി ഈ ജോൺ റിയലി ഒരു മോഡൽ തന്നെയായിരുന്നെന്ന് എനിക്ക് വീണ്ടും പറയാൻ സാധിക്കും. ഞങ്ങൾ 2010 ഇവിടെ ക്രിസ്തോസിലോട്ട് മാറുന്നത്. മാറിയ സമയത്ത് രാവും പകലും ഇല്ലാതെ ഞങ്ങൾ റീമോഡൽ ചെയ്ത ഇലക്ട്രിസിറ്റി പുള്ളി ഇലക്ട്രീഷ്യനായിരുന്നുവല്ലോ. ജോണും പീച്ചാനും കൂടി രാത്രിയും പകലും ഞങ്ങൾ ഫുഡൊക്കെ കൊണ്ടുവരുമ്പം ഞങ്ങൾ വഴക്ക് പറഞ്ഞായിരുന്നു ഫുഡും വെള്ളമൊക്കെ കുടിപ്പിക്കുന്നത്. അതൊന്നുമില്ലാതെ രാവും പകലും ഒരാഴ്ചയോളം പ്രയത്നിച്ച്, 1-2 ആഴ്ചയോളം പ്രയത്നിച്ചിട്ടാണ് ഇപ്പോൾ ഈ ലൈറ്റുകളൊക്കെയും. അന്ന് ഈ ബിൽഡിംഗ് ഇല്ലായിരുന്നു, മറ്റേ ബിൽഡിങ്ങിലെല്ലാമായിരുന്നു. ജോണ് ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തത്. അങ്ങനെ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി ഒരുപാട് ക്രിസ്തോസ് പള്ളിക്ക് വേണ്ടി ഞങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട്. കുഞ്ഞുഞ്ഞമ്മ പോയി കഴിഞ്ഞ് എപ്പോൾ സെവിയ സംഘത്തിന് എന്ത് ഡൊണേഷൻ വേണമെങ്കിലും ചോദിക്കുമ്പോൾ കൈ തുറന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. ഞങ്ങളിനി അതെല്ലാം മിസ് ചെയ്യുകയാണ് ജോണെ. നിങ്ങളുടെ മക്കൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്നുള്ള ധൈര്യത്തോടെ ഞങ്ങൾ കഴിയുന്നു. ലാസ്റ്റ് ക്രിസ്മസിന് ജോണ് നാട്ടിൽ പോവുകയായിരുന്നു. അപ്പോൾ ക്രിസ്മസിന് ഞങ്ങൾ സീനിയേഴ്സിനൊരു പാട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോണ് ഞങ്ങളെ ആ പാട്ട് ശരിക്കും പഠിപ്പിച്ച് തന്നു കഴിഞ്ഞിട്ടാണ് ജോൺ നാട്ടിൽ പോയത്. പക്ഷേ ഞങ്ങൾ ആ പാട്ട് നല്ല ഭംഗിയായിട്ട് എല്ലാവരും പറഞ്ഞ് നല്ല പാട്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയാൻ ചെയ്തത് ഞങ്ങളെ ജോൺ പഠിപ്പിച്ചിട്ട് നാട്ടിൽ പോയതാണ്. ഞങ്ങളെ ജോൺ ആ പാട്ട് പഠിപ്പിച്ച് ഞങ്ങൾ ശരിക്കും നല്ലപോലെ പാടി. ഞങ്ങൾക്ക് ഈ വർഷം ജൂണിലെല്ലാം പാട്ട് പാടാനുള്ള സങ്കടം മനസ്സിലുണ്ട്. ലാസ്റ്റായി ജൂണിനെ കാണാൻ ഞാനും ഹസ്ബൻഡും കൂടെ ലാസ്റ്റ് സാറ്റർഡേയിൽ അവിടെ ചെന്ന് ഞങ്ങൾ 4 മണിക്കൂർ നേരം വർത്തമാനങ്ങൾ, പള്ളിയുടെ കാര്യവും എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ ഇച്ചിരി സ്ലോ ആയിരുന്നു വർത്തമാനം പറയാനെങ്കിലും എല്ലാം ഓർമ്മിച്ച് ഞങ്ങൾ ഏതാണ്ട് തെറ്റിച്ച് പറഞ്ഞപ്പോൾ അതും ശരിയായിട്ട് പറഞ്ഞ് ഞങ്ങൾ ഹാപ്പിയായിട്ട് ഞങ്ങൾ പിരിയാൻ സമയം. അപ്പം ജോണിന് അന്നേരം സോഫ്റ്റ് ഫുഡേ കഴിക്കത്തുള്ളായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ ജോണിനോട് ചോദിച്ചു, ജോണെ ഞാൻ ഇച്ചിരി കഞ്ഞി കൊണ്ടുവരാം, കുടിക്കാമോ എന്ന് ചോദിച്ചപ്പം കൊണ്ടുപോകാൻ ഞാൻ കുടിക്കാമെന്നും എന്നോട് പറഞ്ഞു. ഞങ്ങൾ മണ്ടയിൽ ഞാനും ലീലാമ്മയും ജോണും ജ്യോതിയും ഞങ്ങൾ 4 പേരും കൂടെ മണ്ടയിൽ കഞ്ഞിയും കൊണ്ടുപോയി. 5 സ്പൂൺ കഞ്ഞി ശരിക്കും ജോണ് എൻ്റെ കയ്യിൽ നിന്ന് കുടിച്ചു. ലാസ്റ്റായിട്ട് ജോൺ കഞ്ഞിയാകുന്നു കുടിച്ചത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ജോണിൻ്റെ കണ്ടീഷനൊക്കെ വേസ്റ്റായി. മണ്ടയിൽ വീട്ടിൽ കൊണ്ടുവന്നു. ചൊവ്വാഴ്ച അച്ഛൻ കുർബാന കൊടുത്തു. വെനസ്ഡേയിൽ നമ്മളോടെല്ലാം യാത്ര പറഞ്ഞ്
ജോണ് നിത്യതയിലേക്ക് പ്രവേശിച്ചു. സേവിക സംഘത്തിൻ്റെ നാമത്തിലും ജോണും ലീലാമ്മയും ഇപ്പോൾ ഇവിടെ ഇല്ല. എന്നോട് ജോണ് പ്രത്യേകം പറഞ്ഞു ജോണിൻ്റെയും ലീലാമ്മയുടെയും കണ്ടോലൻസ് ഫാമിലി അറിയിക്കണമെന്ന്. അതുകൊണ്ട് ലീലാമ്മയുടെയും ജോണിൻ്റെയും ഞങ്ങളുടെ ഫാമിലിയെയും കണ്ടോലൻസ് ഫാമിലിയെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗായകസംഘം പാട്ടുപാടുന്ന സമയത്ത് വ്യൂവിംഗ് കണ്ടിന്യൂ ചെയ്യുന്നതാണ്.
അൻപോടെന്നെ നടത്തും. മുൻപും പിൻപുമായവൻ അൻപോടെന്നെ നടത്തും. ലോകമെനിക്കു വൈരി, ലോകമെന്നെ ത്യജിച്ച ശോകമെന്തെനിക്കതിൽ ഏതും ഭയപ്പെട ഞാൻ. ശോകമെന്തെനിക്കതിൽ ഏതും ഭയപ്പെട ഞാൻ. വെക്കം തൻ മണവാട്ടി ആക്കിടുമെന്നെയെന്ന വാക്കുണ്ടെനിക്കു തന്നെ നീക്കമില്ലാതിലൊട്ടും. വാക്കുണ്ടെനിക്കു തന്നെ നീക്കമില്ലാതിലൊട്ടും. സൗത്ത് ഈസ്റ്റ് റീജിയൻ യൂണിസെക്രട്ടറിൻ്റെയും സെൻട്രൽ ബി യൂണിസെക്രട്ടറിൻ്റെയും കണ്ടോളൻസസ് അറിയിക്കുന്നു. സെക്രട്ടറി അലൻ മാത്യു. സൗത്ത് ഈസ്റ്റ് റീജിയൻ യൂണിസെക്രട്ടറിൻ്റെ സജീവ പ്രവർത്തനായ അതുപോലെ തന്നെ മുൻകാല യൂണിസെക്രട്ടറിൻ്റെ സെക്രട്ടറിയുമായി പ്രവർത്തിച്ച ബിൻസിയുടെ പ്രിയപ്പെട്ട പിതാവിൻ്റെ വേർപാടിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന എല്ലാ മറ്റുള്ള കുടുംബങ്ങൾക്കും ദൈവം തമ്പുരാൻ ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ യൂണിസെക്രട്ടറിൻ്റെ ഭദ്രാസന യൂണിസെക്രട്ടറിൻ്റെ പേരിലും സൗത്ത് ഈസ്റ്റ് റീജിയൻ യൂണിസെക്രട്ടറിൻ്റെ പേരിലും അതുപോലെ തന്നെ സെൻട്രൽ ബി യൂണിസെക്രട്ടറിൻ്റെ പേരിലുള്ള അനുശോചനം ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. നമ്മുടെ പ്രിയപ്പെട്ട പിതാവിനെ ആ നിത്യയുടെ തീരത്ത്, മനോഹര തീരത്ത് നമുക്കൊരു ദിവസം കാണാമെന്ന പ്രത്യാശയോടെ നമുക്കായിരിക്കാം. ദൈവം ഇവരെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ക്രിസ്തോസ് മർത്തോമ ഇടവകയുടെ ഇടവക മിഷനെ പ്രതിനിധീകരിച്ച് മിസ്റ്റർ തോമസ് സി തോമസ് സെക്രട്ടറി കണ്ടോളൻസസ് അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയപ്പെട്ട കെ ജി ജോണിൻ്റെ വേർപാടിൽ ദുഃഖാർത്ഥരായ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, ഈ പ്രിയപ്പെട്ട കെ ജി ജോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇടവ മിഷനെ കുറിച്ച് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ ആത്മാർത്ഥമായിട്ട്, വളരെ സിൻസിയറായിട്ട് ഇടവ മിഷനും ഇടവകയ്ക്കും ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. ആ കുടുംബത്തിൽ കൂടെ ഞങ്ങൾക്ക് ലഭിച്ച സ്നേഹം, സൗഹാർദ്ദങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇടവ മിഷൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് സ്ഥാനമലങ്കരിച്ച് ഇപ്പോൾ നമ്മിൽ നിന്നും കടന്നുപോയിരിക്കുന്ന കെ ജി ജോണിൻ്റെ കുടുംബത്തിനായിട്ട് ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഇവിടെ വന്ന നാൾ മുതൽ ഈ കുടുംബവുമായിട്ട് പരിചയപ്പെടുവാനും, ഗൾഫിൻ്റെ പ്രദേശത്ത് ദുബായിൽ നിന്ന് വന്നു, ഞങ്ങളും കുവൈറ്റിൽ നിന്ന് വന്നു, അങ്ങനെ ആ ഒരു ബന്ധം ഞങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടുന്നതായ നല്ല നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. പ്രിയപ്പെട്ട കുടുംബത്തിൽ നിന്നും ഞങ്ങളുടെ ഇടവകയ്ക്കും പ്രത്യേകിച്ച് ക്രിസ്തോസ് ഇടവ മിഷനും ലഭിച്ച എല്ലാ നല്ല താലന്തുകൾക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. പ്രിയപ്പെട്ട ദാസിന് 2013, 2014, 2015 കാലയളവിൽ
ഇടവ മിഷൻ്റെ ട്രസ്റ്റിയായിട്ട് സ്തുതിയാർഹമായി സേവനം അനുഷ്ഠിച്ചത് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. ഞാൻ ആ സമയത്ത് സെക്രട്ടറി ആയിരുന്നു. വളരെ ആത്മാർത്ഥതയോടെ ദൈവരാജ്യത്തിനും ദൈവനാമത്തിനും വേണ്ടി ധാരാളം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തികളാണ്. അവർക്ക് ദാനമായി കൊടുത്ത 3 മക്കൾ, അവരെ ശരിയാവണ്ണം വളർത്തി പഠിപ്പിച്ച് നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് കൊച്ചുമക്കളെയൊക്കെ കണ്ട് മടങ്ങുവാൻ ഭാഗ്യം ലഭിച്ചത് തന്നെ ഒരു വലിയൊരു അനുഗ്രഹമാണ്. എൻ്റെ ദാസനിലൂടെ ഞങ്ങളുടെ ഇടവ മിഷനെ ലഭിച്ച എല്ലാ നല്ല ഓർമ്മകളും ഞങ്ങൾ ധന്യമായി ഞങ്ങൾ ഓർക്കുന്നു. പ്രത്യേകമായിട്ട് ഈ പ്രിയപ്പെട്ട വേർപാടിൻ്റെ ദുഃഖത്തിൽ, പിതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് സർവശക്തനായ ദൈവം ആശ്വാസവും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്രിസ്തോസ് ഇടവ മിഷൻ്റെ നാമത്തിൽ എല്ലാവിധമായ അനുശോചനം രേഖപ്പെടും ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നന്ദി. ക്രിസ്തോസ് മർത്തോമാ ഇടവകയുടെ ഗായക സംഘത്തെ പ്രതിനിധീകരിച്ച് സെക്രട്ടറി സുമോദ് ജേക്കബ് ഇപ്പോൾ കണ്ടോളൻസസ് അറിയിക്കും. ബഹുമാനപ്പെട്ട അനീഷ് അച്ഛൻ, തോമസ് അച്ഛൻ, എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ക്രിസ്തോസ് കൊയറിൻ്റെ സെക്രട്ടറി എന്നുള്ള സ്ഥാനത്താണ്. ബിൻസിയും വർഷയും ക്രിസ്തോസ് കൊയറിൻ്റെ മെമ്പേഴ്സാണ്. ബിബിനും ബോബിനും എൻ്റെ സുഹൃത്തുക്കളാണ്. എന്നാൽ അതിനുപരി ഞാൻ എൻ്റെ മനസ്സ് സ്നേഹവും ബഹുമാനവും കരുതിയിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ജോണങ്ങൾ. ജോണങ്ങളോട് അത്രയും സ്നേഹവും ബഹുമാനവും തോന്നാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന 2-3 കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാര്യം ആണ്, ഒരു 5 വർഷത്തിന് മുമ്പേ ആണെന്ന് വിശ്വസിക്കുന്നു, ഇടവ മിഷൻ്റെ നേതൃത്വത്തിൽ ഈ ഇടവകയിൽ നിന്നും കാനഡയ്ക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയുണ്ടായി. അന്ന് ജോണങ്ങളും ആൻറ്റിയും ആ ട്രിപ്പിലുണ്ടായിരുന്നു. ഇടവ മിഷൻ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ പലരും നമ്മളെക്കാളും സീനിയറായ ആൾക്കാരാണ്. ഞങ്ങൾ 2-3 ഫാമിലീസ് മാത്രമേ ഉള്ളൂ കൊച്ചു പിള്ളേരുമായിട്ട് ആ ട്രിപ്പിലുള്ളത്. ബസ്സിലുള്ള യാത്ര 2 ദിവസത്തെ ട്രിപ്പാണത്. എന്നാൽ എല്ലാവർക്കും അറിയാം, കാനഡയ്ക്കുള്ള 8 മണിക്കൂർ യാത്രകൾ, ആ യാത്രയുള്ള ബോറിങ്ങുകൾ ഇല്ലാതാക്കിയത് ജോണങ്ങൾ എന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യമാണ്. അദ്ദേഹത്തിന് നർമ്മം കലർന്ന പാട്ടുകളും, പാട്ട് പാടാൻ നല്ല മിടുക്കനാണ്, നല്ല രീതിയിൽ പാടും. പാട്ടുകൾ, നർമ്മം കലർന്ന കഥകൾ എല്ലാം കൊണ്ടും ആ യാത്ര ഏറ്റവും മനോഹരമാക്കി, ബോറിംഗ് ഇല്ലാത്ത രീതിയിലാക്കി തീർക്കുവാൻ സാധിച്ചു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ജോണങ്ക് എന്നുള്ള വ്യക്തിയെ ഏറ്റവും കൂടുതൽ അറിയുന്നതും അടുത്ത് ഇടപെടുന്നതും. അന്ന് മുതൽ ഇന്ന് വരെയും ജോണങ്കിൾ എന്നുള്ള വ്യക്തിയുമായിട്ടുള്ള നല്ല സ്നേഹബന്ധം എനിക്ക് പുലർത്തുവാൻ സാധിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് നമ്മുടെ ചർച്ചിൻ്റെ എക്സ്ട്രാ വകൻസായിട്ട് സമയമാണ്. എക്സ്ട്രാ വകൻസായുടെ സമയങ്ങളിൽ പ്രോഗ്രാമുകൾ, എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകൾ കോർഡിനേറ്റ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിൽ ജോണങ്കിളിനോട് ഞാൻ പറഞ്ഞു, ജോണങ്കിൾ നമുക്കൊരു പാട്ട് എഴുതണം. ജോണങ്കിൾ നല്ല രീതിയിൽ എഴുതുന്നൊരു വ്യക്തിയാണ്, നല്ല കലാബോധമുള്ള, നല്ല രീതിയിൽ പാടുന്ന, നല്ല രീതിയിൽ ലിറിക്സുകൾ എഴുതുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി ആദ്യത്തെ വർഷം 2 വർഷം, 2-3 വർഷങ്ങളിൽ അദ്ദേഹം പാട്ടുകൾ എഴുതി. അത് എക്സ്ട്രാ വകൻസയ്ക്ക് അനുയോജ്യമായ അയലമത്ത്, ചൂര, ചാള, പൊറോട്ട, ബീഫ്, അങ്ങനെ എക്സ്ട്രാ വകൻസയ്ക്ക് ചേരുന്ന എല്ലാ വിഭവങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു തീം സോങ്. എനിക്ക് നമ്മൾ ആ പാട്ടുകൾ ഇവിടെ പല വർഷങ്ങളിൽ പല പാട്ടുകൾ ഓരോ വർഷവും നമ്മൾ പാടിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ ആൾക്കാരെ വിളിച്ചുകൂട്ടി, നമ്മുടെ നെൽസജാനും ബേവിച്ചാനും പോലുള്ള സീനിയർ ഡ്രംസ് ടീമിനെയും വിളിച്ചുകൂട്ടി പ്രാക്ടീസുകൾ നടത്തി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എക്സ്ട്രാ വകൻസയുടെ സ്റ്റാർട്ടിങ്ങിൽ പാട്ടായിട്ട് ഈ പാട്ട് പല പ്രാവശ്യം നമ്മൾ പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് അദ്ദേഹത്തിന് അസുഖങ്ങൾ കാരണം അദ്ദേഹത്തെ പാട്ട് എഴുതാൻ നമുക്ക് ലഭിക്കാറില്ല. ആ സ്ഥാനത്തേക്ക് നമ്മുടെ കൊയറിനെ
നമ്മൾ റീപ്ലേസ് ചെയ്ത ആദ്യ പാട്ടിന് വേണ്ടി പല പ്രാവശ്യം ശ്രമിച്ചെങ്കിലും ഇന്ന് വരെയും അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യാൻ ക്രിസ്റ്റോസ് കോയറിന് പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. മൂന്നാമതായിട്ട്, നമ്മൾ ഞായറാഴ്ച പള്ളിയിൽ വരുമ്പോൾ നമ്മളെല്ലാവരും ഈ മെമ്പേഴ്സ് എല്ലാവരും ഒരുമിച്ച് കാണുന്നതാണ്. എന്നാൽ ഞാൻ ജോണങ്കിളെ അല്ലാതെ തന്നെ ഒരാഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും അല്ലാതെ മിനിമം ഞാൻ കാണാറുണ്ട്. അതിന് കാരണം എൻ്റെ മക്കളും ജോണങ്കിളിൻ്റെ കൊച്ചുമക്കളും പഠിക്കുന്ന സ്കൂള് ഒരേ സ്കൂളിൽ തന്നെയാണ്, ഷാരിഷമയത്തിലും ഗ്രീൻബർഗിലും. അവർ 2 കൂട്ടരും ആഫ്റ്റർ സ്കൂളിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരാണ്. ഞങ്ങൾ പിക്ക് ചെയ്യാൻ പോകുന്ന സമയം ഏകദേശം ഒരേ സമയത്താണ്. എപ്പം കണ്ടിരുന്നാലും നല്ല രീതിയിൽ സംസാരിക്കുന്നത്. ഞങ്ങൾ ഇതുവരെയും ഒരിക്കൽ പോലും ജസ്റ്റ് ഹായ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് പോയിട്ടില്ല. എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവും, 1-2 മിനിറ്റെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചിട്ട് മാത്രമേ ഞങ്ങൾ യാത്ര പറഞ്ഞ് പിരിയത്തുള്ളൂ. ഈ അസുഖത്തിൻ്റെ സമയങ്ങളൊക്കെ ആയപ്പോൾ പ്രത്യേകിച്ച് അദ്ദേഹത്തിന് തണുപ്പ് അധികം അടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സ്നോയുടെ സമയമൊക്കെ ആകുമ്പോൾ അദ്ദേഹം വണ്ടിയിൽ തന്നെ ഇരിക്കുകയുള്ളൂ. ഞാൻ അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹം വിളിക്കും, പിള്ളേരെ കൂടെ ഒന്ന് പിക്ക് ചെയ്തേര്. പലപ്പോഴും ഞാൻ പിള്ളേരെ പിക്ക് ചെയ്തിട്ട് വണ്ടിക്കകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം തണുപ്പ് കൊള്ളാതെ പല സമയങ്ങളിലും യാത്രയായിട്ടുണ്ട്. കോയറിൻ്റെ അദ്ദേഹത്തെ എൻ്റെ മരണ ദിവസത്തിൻ്റെ തലേ ദിവസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണെന്ന് തോന്നുന്നു, തലേ ദിവസം ഞങ്ങൾ കൊയറായിട്ട് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ പോകാൻ ഞങ്ങൾക്ക് സാധിച്ചു. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പാട്ട് ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എന്ന പാട്ട് അദ്ദേഹത്തിന് മുമ്പിൽ പാടുവാൻ ഞങ്ങൾക്ക് കൊയറായിട്ട് സാധിച്ചു. അദ്ദേഹത്തിന് അന്ത്യകുർബാന കഴിഞ്ഞ് കിടന്നിരുന്ന സമയമാണ്. അദ്ദേഹം കണ്ണ് തുറക്കുന്നുണ്ടായിരുന്നില്ല അധികം. അദ്ദേഹത്തിന് ആ കണ്ണുകൊണ്ട് മനസ്സിൽ അത് കേട്ടിട്ടുണ്ടാവും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ബെൻസി, ബിബിൻ, ബോബിൻ, കോയറിൻ്റെ എല്ലാവിധ സ്നേഹങ്ങളും സപ്പോർട്ടും നിങ്ങളോടൊപ്പം ഉണ്ട്. കോയറിൻ്റെ ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും കോയറിൻ്റെ എല്ലാ മെമ്പേഴ്സിൻ്റെയും നാമത്തിലുള്ള അനുശോചനം ഞാൻ ഈ സമയത്ത് നിങ്ങളെ അറിയിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സമാധാനം തന്നി ദൈവം തമ്പുരാൻ നിങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു. Bible reading by Mrs. Varsha John. The lesson is taken from the book of Isaiah, chapter 40, verses 1 to 31. Isaiah, chapter 40, verses 1 to 31. Comfort my people, says our God. Comfort them. Encourage the people of Jerusalem. Tell them they have suffered long enough, and their sins are now forgiven. I have punished them in full for all their sins. A voice cries out, prepare in the wilderness a road for the Lord. Clear the way in the desert for our God. Fill every valley, level every mountain. The hills will become a plain, and the rough country will be made smooth. Then the glory of the Lord will be revealed, and all people will see it. The Lord himself has promised this. A voice cries out, proclaim a message. What message shall I proclaim? I ask. Proclaim that all human beings are like grass. They last no longer than wild flowers. Grass withers and flowers fade. When the Lord sends the wind blowing over them, people are no more enduring than grass. Yes, grass withers and flowers fade, but the word of our God endures forever. Jerusalem, go up on a high mountain and proclaim the good news. Call out with a loud voice, Zion. Announce the good news. Speak out and do not be afraid. Tell the towns of Judah that their God is coming. The sovereign Lord is coming to rule with power, bringing with him the people he has rescued. He will take care of his flock like a shepherd. He will gather the lambs together and carry them in his arms. He will gently lead their mothers.
Can anyone measure the ocean by handfuls, or measure the sky with his hands? Can anyone hold the soil of the earth in a cup, or weigh the mountains, hills on scales? Can anyone tell the Lord what to do? Who can teach him or give him advice? With whom does God consult in order to know and understand, and to learn how things should be done? To the Lord, the nations are nothing, no more than a drop of water. The distant islands are as light as dust. All the animals in the forest of Lebanon are not enough for a sacrifice to our God, and its trees are too few to kindle the fire. The nations are nothing at all to him. To whom can God be compared? How can you describe what he is like? He is not like an idol that workers made, that metal workers cover with gold and set in a base of silver. Anyone who cannot afford silver or gold chooses wood that will not rot. He finds a skillful worker to make an image that won't fall down. Do you not know? Were you not told long ago? Have you not heard how the world began? It was made by the one who sits on his throne above the earth and beyond the sky. The people below looks as tiny as ants. He stretched out the sky like a curtain, like a tent in which to live. He brings down powerful rulers and reduces them to nothing. They are like young plants just set out and barely rooted. When the Lord sends a wind, they dry up and blow away like straw. To whom can the holy God be compared? Is there anyone else like him? Look up at the sky, who created the stars you see, the one who leads them out like an army. He knows how many there are and calls each one by name. His power is so great, not one of them is ever missing. Israel, why then do you complain that the Lord doesn't know your troubles or care if you suffer injustice? Don't you know, haven't you heard? The Lord is the everlasting God. He created all the world. He never grows tired or weary. No one understands his thoughts. He strengthens those who are weak and tired. Even those who are young grow weak. Young people can fall exhausted. But those who trust in the Lord for help will find their strength renewed. They will rise on wings like eagles. They will run and not get weary. They will walk and not grow weak. Here ends the lesson. Now choir will sing song that time. Viewing is continuing. Thank
just had to fade. Jesus said, "Come to the water, stand by my side. I know you are thirsty, you won't be denied." I felt every teardrop when in darkness you cried, and I strove to remind you that for those tears I died. Goodness so great, I can't understand. And dear Lord, I know that all this was planned. I know you're here now and always will be. Your love loosed my chains, and in you I'm free. But Jesus, why me? Jesus said, "Come to the water, stand by my side. I know you are thirsty, you won't be denied." I felt every teardrop when in darkness you cried, and I strove to remind you that for those tears I died. ക്രിസ്തോസ് മർത്തോമ ഇടവകയുടെ ചർച്ച് ബിൽഡിംഗ് കമ്മിറ്റിയെ പ്രതിനിധീകരിച്ച് കൺവീനറായിരിക്കുന്ന മിസ്റ്റർ പെറ്റി മാത്യു ഇപ്പോൾ കണ്ടോളൻസസ് രേഖപ്പെടുത്തും. Ever since the Jones family moved to Philadelphia area, we came very close. We worshiped together in the Bethel Marthoma Church. But after we moved to Christos, our relationship got more closer and more personal. I always called him as Baby Kuti because our friendship were more personal and more brotherly. The Jones family is a part and parcel of Christos Marthoma Church. Every organizations and every activities, they have a part in it, and they intensely get involved in it. He was a man of faith, so he could face many of the adversities in his life with a gentle smile which he always had in his face. He was a man of action. Nothing in this church materialized without the participation and his integral involvement in this church. He was blessed with many special talents, as many of my former speakers has mentioned. He knew how to sing. He knew how to say stories. He could write songs instantly and appropriately. As a true believer, his time, his talents, and resources were committed to the betterment of his brethren as well as the glorification of God. As other speakers before mentioned, during the first phase of our construction of the church, we needed
additional help. And Baby Kuti was kind enough to extend his God-given talent, his professional work as an electrician, unlimited time, without notice, in short notice. He was available without any complaint, but wholeheartedly did contribute and participate. His older son, Binsi, is a member of the church building committee. We were all working together to buy this property and build this sanctuary for the last 9 years. And he is also a part and parcel of this committee. And the other two brothers, they work different ways in the youth fellowship, choir, youth choir, Sunday school, and all the activities. And Kunyanyama was a very much part of this church. Every activities that needed helping hands, she was always with a smiling face. So, the loss of Baby Kuti, just about almost a year ago, the passing of his wife. Both these events are big loss to Christos' family. They were a family that stayed together and prayed together and committed all their time and resources to this church. I can only pray that God may give his peace to the sorrowing hearts of the members of the family. With full faith and confidence, we can say that he has reached in Abraham's bosom, and he is with his wife, enjoying his time there. He has left a legacy with a lot of good memories. We could gain many things in this land while we are here, but what it counts is what we are saving for the eternal life, as well as what are the good memories we leave behind. So his children, grandchildren, and members of the family, as well as his church family and the society could always remember by thanking God for such a blessed life. May God bless each and every one of us, and may God give peace to the members of the family, and let us keep the good memories alive. Thank you. ഇവാഞ്ചലിക്കൽ ചർച്ചിനെ പ്രതിനിധീകരിച്ച് ബഹുമാനപ്പെട്ട റവൻ MV എബ്രഹാംച്ചൻ കണ്ടോളൻസസ് അറിയിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നമ്മൾ വേർപെട്ടുള്ള ജോൺ സഹോദരനെ വ്യക്തിപരമായിട്ട് എനിക്ക് അധികം അറിവില്ല എന്നവരിൽ തന്നെയും എൻ്റെ വൈഫിൽ കൂടിയാണ് അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുവാനും അറിയുവാനും ഇടയായി തീർന്നത്. ചില മാസങ്ങൾക്ക് മുൻപേ ഞങ്ങൾ രണ്ടുപേരും ജോൺ സഹോദരൻ്റെ വൈഫിൻ്റെ വേർപാടിനോടുള്ള ബന്ധത്തിൽ ഈ സ്ഥലത്തെ വ്യൂയിങ്ങിനും ഒക്കെ വന്നിരുന്നതായിട്ട് ഞാൻ ഓർക്കുന്നു. മറ്റുള്ളവരെ അപേക്ഷിച്ച് വിശ്വാസികളായിരിക്കുന്നവർക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പിതാവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ നമുക്ക് വലിയൊരു പ്രത്യാശ, ജീവനുള്ള പ്രത്യാശ, ജീവിപ്പിക്കുന്ന പ്രത്യാശ നമുക്കെല്ലാവർക്കും നൽകിത്തന്നിരിക്കുന്നു. ആ പ്രത്യാശ നിശ്ചയമാണ്. എന്തുവാണ് പ്രത്യാശ എന്ന് ചോദിച്ചാൽ, ആ പ്രത്യാശയെക്കുറിച്ച് പറയുന്ന സമയത്ത് അത് ഊഹാപോഹമല്ല, സംശയം ചേർന്നല്ല, നിശ്ചയമായിട്ടുള്ളതാണ്. എന്താണെന്ന് ചോദിച്ചാൽ, നാം എല്ലാവരും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുകയും ഒരുമിച്ച് കാണുന്നതാണ് മനോഹരമായ ഒരു ദിവസം ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ.
അതുകൊണ്ട് നാം ദുഃഖം അനുഭവിക്കുന്നവരിലും പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കുന്നവരായിട്ട് നമ്മൾ തീരരുത്. അതിനുവേണ്ടിയാണ് തെസ്സലോനിക്കയിലെ 4-ാം അധ്യായത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കയ്യിലൊരു മുറിവുണ്ടായി, ചോര വരുന്നു, അതിൻ്റെ വേദനയുണ്ട് എന്ന് വരിൽ നമുക്കറിയാം, മുറിവെല്ലാം ശരിയായി, അത് സൗഖ്യമാകുന്നുള്ളൂ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ദുഃഖങ്ങളൊക്കെ മാറി ദുഃഖവും വേദനയും പ്രയാസമില്ലാത്ത രാജ്യത്തേക്ക് പ്രവേശിക്കപ്പെട്ടവരെ ദൈവത്തിൻ്റെ മക്കൾ ഒരുമിച്ച് കാണുന്ന ആൾ മനോഹരമായിരിക്കുന്ന ദിവസമുണ്ട്. അത് നമ്മളെ ആശ്വസിപ്പിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവനോടുകൂടി ചേർക്കപ്പെട്ട ആൾ ദൈവമക്കളെ, ഈ ലോകത്തിലെ സകല സൗകര്യങ്ങളുണ്ടായിരുന്നാലും അതിനേക്കാളെല്ലാം കവിയുന്ന ആളാണ്. വലിയ മനോഹരമായിരിക്കുന്ന സൗഭാഗ്യകരമായിരിക്കുന്ന അന്തരീക്ഷത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് എന്നുള്ള നല്ല എപ്പോഴും ഓർക്കണം. അതുകൊണ്ട് വേർപാടിന് ദുഃഖമുള്ളപ്പോൾ തന്നെ പ്രത്യാശയുള്ളവരെ പോലെ ഇല്ലാത്തവരെ പോലെ ദുഃഖിക്കാതിരിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആലോചനയാണ്. അതായത് ഈ പ്രത്യാശയോടുകൂടി നമുക്ക് മുൻപോട്ട് പോകാം. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്ന ലാഭമാകുന്നത് പോലെ അപ്പോസ്തലൻ പറയുന്നല്ലോ. ഒരു കച്ചവട ഭാഷയാണ് താൻ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളെല്ലാം ലാഭം കിട്ടുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലെ 50, 60, 70, 80 എത്ര വയസ്സായിരുന്നാലും നിത്യതയുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ ഒന്നുമില്ല. നിത്യത എന്ന് പറയുമ്പോൾ അവിടെ സമയപരിധിക്ക് പുറത്താണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. യാതൊരു വേദനയില്ല, പ്രയാസവുമില്ല, പ്രത്യാശ, സന്തോഷം മാത്രമാണ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു. അതിനാൽ ഈ പ്രത്യാശയുള്ളവരായിട്ട് നമുക്ക് ലോകത്തിൽ ജീവിക്കാം. നമ്മെ ആക്കിയ സ്ഥാനങ്ങളിൽ ബഹുനിശ്ചയത്തോടുകൂടി യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ നമുക്ക് ലഭ്യമാകുന്ന ഒരു പ്രത്യാശയിൽ വർദ്ധിച്ചു വരാം. എൻ്റെ കുടുംബത്തെയും മാത്രമല്ല, ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്നതായ സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയുടെ ഫിലഡൽഫിയയുടെ വകയുടെ അനുശോചനം അറിയിച്ചുകൊണ്ട് ദൈവം നിങ്ങളെല്ലാവരും ആശ്വസിപ്പിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഈ സമയം അനുവദിച്ചതാളുടെ വികാരികളുള്ള പ്രത്യേകമായുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ക്രിസ്റ്റോസ് മർത്തോമ ഇടവകയുടെ യുവജന സംഘത്തെ പ്രതിനിധീകരിച്ച് സെക്രട്ടറി മിസ്റ്റർ റെനി തോമസ് കണ്ടോളൻസ് രേഖപ്പെടുത്തി. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, ക്രിസ്തുയേശുവിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. മനുഷ്യപുത്ര തിരികെ വരിക എന്നുള്ള അവിടുത്തെ വലിയ ഇമ്പനാദം കേട്ടിട്ട് അവിടുത്തെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്ന ഈ പ്രിയ പിതാവിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളോട് ക്രിസ്റ്റോസ് യുവജന സഖ്യത്തിൻ്റെ അനുശോചനം അറിയിച്ചുകൊള്ളട്ടെ. പ്രിയപ്പെട്ട ജോണച്ചായനെ പറ്റി പറയുമ്പോൾ ഒരു സ്നേഹസമ്പന്നനായ പിതാവ്, കാപട്യങ്ങളില്ലാത്ത ഒരു പച്ചയായ മനുഷ്യൻ. നമുക്കറിയാം, നമ്മളെല്ലാം ഒരു ലാഭേച്ഛയും കൂടാതെ ഈ ഇടവകയുടെ ഏത് പ്രവർത്തനങ്ങളിലും മുന്നിട്ടിറങ്ങുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ജോണച്ചായൻ്റെ. ഇവിടെ പറഞ്ഞതുപോലെ ചർച്ചിൻ്റെ പിക്നിക്കായാലും എക്സ്ട്രാവഗൻസി ആയാലും തന്നേൽ കഴിയുന്നതെല്ലാം യാതൊരു പേരിനോ പെരുമയ്ക്കോ ഒന്നിനും അല്ലാതെ മുന്നിൽ നിന്ന് ചെയ്യുവാൻ പ്രിയപ്പെട്ട പിതാവ് എപ്പോഴും ശ്രമിച്ചിരുന്നു. ഒരുപക്ഷെങ്കിൽ ക്രിസ്റ്റോസ് എക്സ്ട്രാവഗൻസ ഉള്ളിടത്തോളം കാലം ജോണച്ചായൻ്റെ ആ പാട്ടുകളും ആ ഈണം നൽകിയ വരികളും എന്നും മുഴങ്ങിക്കേൾക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ട ബിൻസി, ബിബിൻ, ബോബൻ, നിങ്ങളോടൊപ്പം യുവജന സഖ്യമായി ഞങ്ങളും ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഈ ലോകത്തിലെ സ്വാന്തനങ്ങളോ സമാധാന വാക്കുകളോ ഒന്നും ഒരു ശാശ്വത സമാധാനമല്ല എന്നറിയാം. എങ്കിലും അവിടുത്തെ വലിയ സമാധാനത്താൽ നിങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, അവിടുത്തെ നിത്യതയിൽ വീണ്ടും നമുക്ക് കാണാമെന്നുള്ള ഉറച്ച പ്രത്യാശയോടുകൂടി നമുക്ക് പ്രിയ പിതാവിനെ യാത്രയയക്കാം. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്വർഗീയ ഉറവ അവിടുന്ന് വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ക്രിസ്റ്റോസ് യുവജന സഖ്യത്തിൻ്റെ അനുശോചനം അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗായക സംഘം പാട്ടുപാടുന്ന സമയത്ത് വ്യൂവിങ് കണ്ടിന്യൂ ചെയ്യുന്നതാണ്.
ക്രിസ്റ്റോസ് മർത്തോമ ഇടവകയെ പ്രതിനിധീകരിച്ച് ഇടവകയുടെ വൈസ് പ്രസിഡന്റ് മിസ്റ്റർ സാമുവൽ കോശി ഇടവകയുടെ അനുശോചനം രേഖപ്പെടുത്തും. ബഹുമാനപ്പെട്ട അനീഷച്ചൻ, ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, സ്നേഹിതരെ, ബന്ധുക്കളെ, കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, ജീവിതത്തിൻ്റെ ക്ഷണികതയെ ഒരു പ്രാവശ്യം കൂടെ നമ്മെ ഓർപ്പിച്ചുകൊണ്ട് പ്രിയ ബേബി നമ്മളിൽ നിന്ന് കടന്നു പോയിരിക്കുന്നു. ഈ ലോകത്തിൽ ജനിച്ച എല്ലാവരും തന്നെ മരിക്കേണ്ടതാണ്. ഈ ലോകം അനശ്വരമല്ല, നശ്വരമാണ് എന്നാണ് നമ്മെ ദൈവം തമ്പുരാൻ പഠിപ്പിച്ചിരിക്കുന്നത്. ഈ ലോകത്തിൽ അല്പകാല ജീവിതത്തിന് വേണ്ടി നമ്മെ ഇവിടെ ആക്കിയിരിക്കുന്നു. ഇവിടെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യം നിർവഹിച്ചതിന് ശേഷം ദൈവം തൻ്റെ സമയത്തിനും കാലാവധിക്കും അനുസരിച്ച് ദൈവസന്നിധിയിലേക്ക് വിളിച്ച് ചേർക്കപ്പെടുന്നു. പ്രിയ ബേബി 66 വർഷക്കാലം ഈ ലോകത്തിലായിരിക്കാൻ ദൈവം അനുവദിച്ചു. എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല, എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് തൻ്റെ ജീവിതത്തെ വിലയിരുത്തുമ്പോൾ ദൈവം തമ്പുരാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്, നമ്മളുടെ ജീവിതത്തിൻ്റെ കണക്കുകൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ ഏത് വിധത്തിലാണ് ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടതെന്ന് ചിന്തിക്കുന്നത് ഈ സമയത്ത് കരണീയമായിരിക്കും. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു എന്നറിയിച്ചവനായ കർത്താവ് നമുക്ക് വേണ്ടി ഒരു ശാശ്വത ഭവനം ഒരുക്കുന്നു. ആ വലിയ സത്യം നമ്മെ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ തന്നെ വിളിച്ച് അറിയിച്ചു. അതുകൊണ്ട് ഈ ലോകത്തിലെ ജീവിതം കഴിഞ്ഞാൽ ഒരു നിത്യമായ സന്തോഷത്തിലേക്ക് നാം പ്രവേശിക്കേണ്ടതാണ് എന്നുള്ള സത്യം നമ്മളെല്ലാം ഇപ്പോഴും ഓർത്തുകൊണ്ട് ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഈ ബേബിയെയും കുടുംബത്തെയും സംബന്ധിച്ചിടത്തോളം അവർ ഈ നാട്ടിലേക്ക് കടന്നു വന്ന സമയം മുതൽ പേഴ്സണലായിട്ട്, വ്യക്തിപരമായിട്ട് ഇടപഴകുവാനും സംസാരിക്കുവാനും ബന്ധപ്പെടുവാനും എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഏത് കാര്യവും വളരെ പോസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യുവാൻ, നോ എന്നുള്ളൊരു വാക്ക് തൻ്റെ ഭാഗത്തുനിന്നുണ്ടാകത്തില്ല. ഏത് കാര്യം ചോദിച്ചാലും പറഞ്ഞാലും യെസ്, ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാത്തിനും കൈത്താങ്ങിലിരുന്ന ഒരു നല്ല മനുഷ്യത്വത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ബേബി എന്നുള്ളതാണ്. ഞാനൊരു പ്രാവശ്യം നാട്ടിലേക്ക് പോകുന്നതായ സമയത്ത് ബേബി എന്നോട് പറഞ്ഞു, എൻ്റെ വീട്ടിലൊന്ന് പോകണം, ഒരു ചെറിയ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ സന്തോഷത്തോടെ സ്വീകരിച്ചു. ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൻ്റെ അടുത്ത് തന്നെയാണ് അവരുടെ കുടുംബങ്ങൾ താമസിക്കുന്നത്. ഞാൻ സന്തോഷത്തോടെ ആ ഭവനത്തിൽ അവിടത്തെ ചെന്നപ്പോൾ സഹോദരന്മാരെ ഒത്തൊരുമിച്ച് വസിക്കുന്നത്ര ശുഭവും അത്ര മനോഹരവുമാണെന്ന് കാണുവാനായിട്ട് സാധിച്ചു. സഹോദരങ്ങൾ അടുത്തടുത്തായിട്ട് വീടുകൾ വെച്ച് വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ കഴിയുന്നതായ ഒരു കുടുംബം. എല്ലാവരും എന്നെ കാണുവാനായിട്ട് വന്ന് ഞങ്ങളെ കുറേ നേരം സംസാരിക്കുകയും ആ സ്നേഹത്തിൻ്റെ ഊഷ്മളത അനുഭവിക്കുകയും ചെയ്തു. ഈ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നത് ഡിസംബറിലോ ജനുവരി ആണെന്ന് തോന്നുന്നു, ജോൺ ലാസ്റ്റിലെ നാട്ടിലേക്ക് ബേബി പോയി. കടന്നു വന്നതിന് ശേഷം ഞങ്ങൾ അല്പസമയം സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തിയതിന് ശേഷമാണ് വന്നത്. എൻ്റെ സഹോദരങ്ങളും സഹോദരിമാരും എന്നോട് കൂടെ ഉണ്ടായിരുന്നു. സമയങ്ങൾ ചെലവഴിക്കുവാനായിട്ട് സാധിച്ചു. വളരെ സന്തോഷകരമായൊരു അനുഭവമായിരുന്നുവെന്ന് എന്നോട് സാക്ഷീകരിച്ചു. ഒരു സഹോദരനെ സാമ്പത്തികമായ സ്വല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു.
അവനെ സഹായിക്കുവാനായിട്ട് എന്നെക്കൊണ്ട് സാധിച്ചു. അതുകൊണ്ട് എല്ലാവരും സന്തോഷകരമായിട്ടിരിക്കുന്നു, സമാധാനമായിട്ടിരിക്കുന്നു. ആ ഒരു സന്തോഷത്തിൻ്റെ ഒരു സാക്ഷ്യം പറയുവാനായിട്ട് ബേബിക്ക് സാധിച്ചു. എൻ്റെ ജീവിതത്തിലെ ഒന്നും നിരാശയോടെ ആയിരുന്നില്ല എന്നുള്ള ഒരു സത്യം പലപ്പോഴും എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുടുംബാംഗങ്ങൾക്ക് അഥവാ മക്കൾക്ക് സന്തോഷിക്കുവാനുള്ളത് തൻ്റെ പിതാവ് കാണിച്ചതായ നല്ല മാതൃക പിൻപറ്റുക എന്നുള്ളതാണ്. പ്രതിഫലേച്ഛ ഇല്ലാതെ തന്നെ പരസ്പരം സ്നേഹിക്കുവാൻ, പരസ്പരം കൂട്ടായ്മ ബന്ധത്തിലായിരിക്കാൻ, മറ്റുള്ളവരെ സഹായിക്കുവാൻ, കൂട്ടായ്മ ബന്ധത്തിൽ ഉറ്റിരിപ്പാൻ ഒക്കെ സാധിക്കുമായിരുന്നു. അങ്ങനെ ചെയ്തതായൊരു മഹൽ വ്യക്തിത്വം. മുമ്പേ സുമോദ് പറഞ്ഞ പോലെ ഞങ്ങൾ ടൊറോണ്ടോയ്ക്ക് ഒരു ട്രിപ്പ് പോയപ്പോൾ ആ പോയതായ വ്യക്തികളെ എല്ലാം ഒരുപോലെ സന്തോഷിപ്പിക്കുവാനും നല്ല നല്ല ചെറു കഥകൾ പറയുവാനും പാട്ടുപാടുവാനും ഞങ്ങളെ സന്തോഷിപ്പിക്കുവാനുമായിട്ട് അന്ന് കുഞ്ഞുഞ്ഞമ്മയും ബേബിയും ഉണ്ടായിരുന്നു. എല്ലാവർക്കും സന്തോഷം മാത്രം നൽകുന്ന, അന്ന് ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ കൊണ്ടുവന്ന് കഴിച്ച് സോഡയൊക്കെ കുടിച്ച് ഈ പാട്ടുകളും കേട്ട് ഈ ചെറുകഥകളൊക്കെ കേട്ട് ബൈബിളിലെ വേഴ്സുകളൊക്കെ പറഞ്ഞ് സന്തോഷകരമായൊരനുഭവം. അവരോടൊന്നിച്ച് യാത്ര ചെയ്യുന്നതും അവരോടൊത്ത് ആയിരുന്നതായ സമയങ്ങൾ എത്ര അനുഗ്രഹകരമായിരുന്നു എന്ന് ഞാനിപ്പോൾ ഓർത്തു പോവുകയാണ്. ദൈവത്തിൻ്റെ സമയമായപ്പോൾ പ്രിയ ബേബിയെയും വിളിച്ച് ദൈവസന്നിധിയിലേക്ക് ചേർത്തിരിക്കുന്നു. യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, സ്ഥലമൊരുക്കിയാൽ വീണ്ടും വന്ന് നിങ്ങളെയും എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളാമെന്നുള്ളതാണ്. നമുക്കതാണ് പ്രത്യാശ. ഈ ലോകത്തിലെ രോഗമില്ലാത്ത, ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത, നിരാശയില്ലാത്ത ഒരു നിത്യമായ സന്തോഷം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ദൈവം കരുതുന്നുണ്ട്. എന്നാൽ അതിന് നമ്മൾ യോഗ്യരാണോ, അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് ഇങ്ങനെയുള്ള സമയങ്ങൾ വരുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മളുടെ ജീവിതത്തിൻ്റെ അന്ത്യം എപ്പോഴാണെന്ന് നമുക്കാർക്കും നിശ്ചയമില്ല. അതുകൊണ്ട് ഏത് സമയത്ത് ഒരുങ്ങിയിരിക്കുവാനായിട്ട് ദൈവം നമ്മോട് കൽപ്പിച്ചു. ഈ ഇടവയെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടത്തോട് മാത്രമേ ഈ വേർപാടിനെ ഞങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുള്ളൂ. ഇവിടെ പലരും സംസാരിച്ചതുപോലെ ഇടവകളുടെ രൂപീകരണം മുതൽ ഇതുവരെയും വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുകയും സഹായിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരു കുടുംബം. ബേബിയുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് വളരെ മുതൽക്കൂട്ടായിരുന്നു. ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അതിന് ഞങ്ങൾ ആ കുടുംബത്തോടെ കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ചെയ്യുവാനുള്ളത് മേലിലും ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെയും മനസ്സുകളെയും നിറയ്ക്കുവാൻ തക്കവണ്ണം സകല ബുദ്ധിയെയും കൈവിടുന്ന ദൈവത്തിൻ്റെ ദിവ്യസമാധാനം കൊണ്ട് ദൈവം നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും ദൈവം സമാധാനിപ്പിക്കട്ടെ. ലോകം തരുന്ന സമാധാനമല്ല, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ ദിവ്യസമാധാനം. അതാണ് നമ്മൾ ഹൃദയങ്ങളെയും മനസ്സുകളെയും നിറയ്ക്കുന്നത്. അതുകൊണ്ട് ഈ തരുണത്തിൽ നിങ്ങളോടൊപ്പം ക്രിസ്തോസ് കുടുംബവും ദുഃഖത്തിലായിരിക്കുന്നു. അതിയായ വേദനയുണ്ട്, ദുഃഖമുണ്ട്. എന്നാൽ ആ നിത്യമായ സന്തോഷത്തിൽ ഒരു ദിവസം നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കുമ്പോൾ, ഈ ബേബിയോട് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമുക്ക് ആ ബേബിയോടൊത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയാകണമെന്ന്, അതിനുവേണ്ടി നമ്മളുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് ദൈവത്തിന് ഹിതമാമണ്ണം ജീവിച്ച് ദൈവം തിരികെ വരുവാൻ വിളിക്കുമ്പോൾ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാൻ നമ്മയും ഒരുക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. ഈ സമയത്ത് ക്രിസ്തോസ് മാർത്തോമ്മ ഇടവകയുടെ എല്ലാ അനുശോചനങ്ങളും കുടുംബത്തെ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ ശാശ്വത ഭുജങ്ങളിൽ നിങ്ങൾ ഭദ്രരായിരിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു.
ക്രിസ്തോസിനവയുടെ അനുശോചന ഒരു ആവശ്യം കൂടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Bible reading by Mrs. Janie Thomas. Second lesson is taken from Romans chapter 5, verses 1 to 21. Therefore, having been justified by faith, we have peace with God, knowing that our Lord Jesus Christ, through whom we have also access by faith into this grace in which we stand and rejoice in hope of the glory of God. And not only that, but we also glory in tribulations, knowing that tribulations produces perseverance, and perseverance character, and character hope. Now hope does not disappoint, because the love of God has poured out into our hearts by the Holy Spirit who was given to us. For when we were still without strength, in due time Christ died for the ungodly. For scarcely a righteous man will one die, yet perhaps for a good man someone would even dare to die. But God demonstrates his own love towards us, in that while we still are sinners, Christ died for us. Much more then, having been justified by his blood, we shall be saved from wrath through him. For if all were enemies, we were reconciled to God through the death of his Son. Much more, having been reconciled, we shall be saved by his life. And not only that, we shall also rejoice in God through our Lord Jesus Christ, through whom we have now received the reconciliation. Therefore, just as through one man sin entered the world, and death through sin, and death spread to all men, because all sinned. For unto the law sin was in the world, but sin was not imputed when there is no law. Nevertheless, death reigned from Adam to Moses, even over those who had not sinned according to the likeness of the transgression of Adam, who is a type of him who was to come. But the free gift is not like the offense. For if by one man's offense many died, much more the grace of God and the gift by the grace of the one man, Jesus Christ, abounded to many. And the gift is not like that which came through the one who sinned. For the judgment which came from one offense resulted in condemnation, but the free gift which came from many offenses resulted in justification. For if by one man's offense death reigned through the one, much more those who receive abundance of grace and of the gift of righteousness will reign in life through the one Jesus Christ. Therefore, as though one man's offense judgment came to all men, resulting in condemnation, even so through one man's righteous act the free gift came to all men, resulting in justification of life. For as by one man's disobedience many were made sinners, so also by one man's obedience many will be made righteous. Moreover, the law entered that the offense might abound, for where sin abounded, grace abounded much more. So that as sin reigned in death, even so death might reign through righteousness to eternal life through Jesus Christ our Lord. Kerala Cultural Forum New Jersey President Mr. Koshikurula ഇപ്പോൾ condolences അറിയിക്കും. Respected Achan, grieving family members and friends. Today I am standing here for the Kerala Cultural Forum of New Jersey and for Kana. We are gathered here to give a final farewell to our beloved Devchayan. Death is always like a shadow that will follow you no matter where you go, but no one knows that time. A good heart has stopped breathing, a good soul ascended to the heaven. Death is always painful no matter what age you die. We are so sorry for your loss. I am really sad to hear about the death of beloved baby Chan. All family members are there in our prayers. On behalf of the Kerala Culture Forum of New Jersey and my family, I would like to express
our heartfelt condolences to the bereaving family members and friends. Let the God give you the peace. May God bless you all. Thank you. ഗായക സംഘം പാട്ടുപാടുന്ന സമയത്ത് വ്യൂവിങ് കണ്ടിന്യൂ ചെയ്താണ്.
എക്യൂമെനിക്കൽ ഫെലോഷിപ്പ് ഓഫ് പെൻസിൽവാനിയ റെപ്രസെൻ്റ് ചെയ്ത് PR മിസ്റ്റർ ഡാനിയൽ പി തോമസ് ഇപ്പോൾ കണ്ടോളൻസസ് അറിയിക്കും. Respected Anushachan, the members of the Christos Marthoma Church, and the family members of John K. George. I have fought a good fight. I have finished my course. I have kept the faith. Henceforth, there is laid up for me a crown of righteousness. Mr. John George lived a good life. He fought a good fight. And God called him. Happily, he went with God. As you all know, that Ecumenical Fellowship of Indian Churches in Philadelphia, we have now 22 churches. Our chairman has a prior commitment. He could not be with us today. And for Ecumenical Fellowship, it is a sad day for us. Vinci was an active member of Ecumenical Fellowship. He served in the Youth Fellowship. He was a youth coordinator. He has conducted many events for our youth in the city of brotherly love. Now, Versa took charge of Women's Forum, and she also started a very important events for women's empowerment, and she is focusing on that, arranging that in a big event upcoming next year, beginning of 2020. Ecumenical ഫെലോഷിപ്പിനെ സംബന്ധിച്ച് ഈ ജോർജ് അച്ഛൻ്റെ ഭവനം വളരെ പ്രാധാന്യമായിട്ട് ഉള്ള ഒരു ഭവനമാണ്. They worked very hard for the fellowship, and I also see 99 family here, and on behalf of the Ecumenical Fellowship of Indian Churches in Philadelphia, I express my deepest condolence to the grieving family members, and may God comfort you and keep you all in peace. And we'll continue to pray for you, Versa and Binsi. We thank you for your service for Ecumenical Fellowship, and may God bless you all. Thank you. On behalf of Kallerithil family, Mrs. Daisy Thomas, condolences. ദൈവനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. സ്നേഹം നിറഞ്ഞ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും കൂടെ ഞാൻ ഡെയ്സി തോമസ്, ബെയ്ച്ചാൻ്റെ ഏറ്റവും ഇളയ സിസ്റ്റർ. ഞങ്ങൾ 7 പേരാണ്, 5 ആണും 2 പെണ്ണും. അതിൽ ഏറ്റവും ലാസ്റ്റാണ് ഞാൻ. ഈ സമയത്ത് ഞാൻ ബേച്ചാൻ്റെ പാട്ട് ഓർത്തു പോകുന്നു. ദൈവം തന്നതല്ലാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിൽ നിന്നുള്ള പാട്ട്. എൻ്റെ പെറ്റ് ബ്രദറായ ബേച്ചാന് കുറച്ചുകൂടി സ്നേഹവും കെയറും കൊടുക്കാനായി അബുദാബിയിൽ നിന്ന് വന്നതാണ് ഞാനിവിടെ വന്നപ്പോൾ ബേച്ചാൻ ഹോസ്പിറ്റലായിരുന്നു. ഞാൻ ചെന്ന് കണ്ടപ്പോൾ എന്നെ 2 പ്രാവശ്യം കെട്ടിപ്പിടിച്ച് എനിക്ക് ഉമ്മ തന്നു. പുള്ളിക്ക് മനസ്സിലായി ഞാൻ ഇളയ സിസ്റ്ററാണ് വന്നതെന്ന്. അതിൻ്റെ തലേദിവസം വന്ന ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു, നാളെ എൻ്റെ ഇളയ സിസ്റ്റർ വരുന്നുണ്ടെന്ന്. ഞാൻ മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സിലായെന്ന്. പേര് പറയാൻ പറഞ്ഞപ്പോൾ ഡെയ്സി എന്ന് പേര് പറഞ്ഞു. അബുദാബിയിൽ നിന്നുമാണെന്ന് പ്രത്യേകം പറയുകയും ചെയ്തു. അടുത്ത് നിന്നവരോട് പറഞ്ഞു, ഐ ഹാവ് 1 more sister. ഷീ ഈസ് ഇൻ ട്രിവാൻഡ്രം.
അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് രാജു എന്നാണ്, രാജു വന്നോ? മനസ്സിലാകാൻ വേണ്ടി പുള്ളി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരിക, കാരണം എൻ്റെ രണ്ടാമത്തെ ബ്രദറിൻ്റെ പേരും രാജു എന്നാണ്. അബുദാബിയിൽ നിന്നും, കാരണം പുള്ളിക്ക് വേർഡ് ബൈ വേർഡേ പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ വന്നില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ പുള്ളി ഒരു വാക്കും സംസാരിച്ചിട്ടില്ല. പിന്നെ പറയുന്ന വേർഡുകളൊന്നും നമുക്ക് മനസ്സിലാകാൻ സാധിക്കില്ല. ഡിസ്ചാർജ് ആയിരുന്നു ആ സമയത്ത്. മക്കൾ കളിയാക്കുകയും ചെയ്തു. ഇളയ സിസ്റ്റർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ ഉറക്കവുമില്ല, ഒന്നുമില്ല, വളരെ ഹാപ്പിയാണല്ലോ. 2 hours ഞങ്ങൾ ഡിസ്ചാർജ് പേപ്പർ മേടിച്ച് വീട്ടിൽ ചെന്നു. വീട്ടിൽ ആദ്യം വന്നപ്പം പുള്ളിക്ക് ഹോസ്പിറ്റൽ ഇഷ്ടമില്ലാഞ്ഞുകൊണ്ട് വീട്ടിൽ ആദ്യം വന്നപ്പം വീട് പുള്ളി ചുറ്റും ഇങ്ങനെ മേലോട്ടെല്ലാം നോക്കി. അപ്പം ഞങ്ങൾ തന്നെ പറഞ്ഞു കൊടുത്തു ഇത് വീട് തന്നെയാണെന്ന്. അപ്പോൾ ഉള്ളിൽ പുള്ളിക്ക് മനസ്സിലാവുന്നുണ്ട്, ഒന്നും പ്രതികരിക്കാൻ പുള്ളിക്ക് സാധിക്കുന്നില്ല. ബേച്ചാൻ്റെ ക്യാരക്ടറെ പറ്റി ഞാൻ പറയുന്നതിലും കൂടുതൽ ഇവിടെ എല്ലാവർക്കും അറിയാം. സഹോദരങ്ങളെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ജീവനായിരുന്നു. പുള്ളിയുടെ കസിൻസിനോടും അപ്പൻ്റെ ചേട്ടന്മാരോടും അനിയന്മാരോടും നാട്ടിലുള്ളവരോടും വീട്ടുകാരോടും, പ്രത്യേകിച്ച് 2 പെങ്ങന്മാരുണ്ട്, അതിലേറ്റവും ഇളയ കുഞ്ഞു പെങ്ങളോടും കൂടുതലായിട്ടുള്ള വളരെ സ്നേഹവും കരുണയും, ഞങ്ങൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും തരികയും, പ്രത്യേകിച്ച് ഞാൻ ഇച്ചിരി കൊഞ്ചി പുള്ളിയുടെ അടുത്ത് എപ്പോഴും ബിഹേവ് ചെയ്യുന്നത് കൊണ്ട് എന്നോട് ഇച്ചിരി സ്പെഷ്യലായിരുന്നു പുള്ളിക്ക്. പുള്ളിയുടെ മകൻ 3 മക്കളുണ്ട്. ബിബിൻ മീൻസ് ബോബിൻ. അതിൽ ബോബിൻ്റെ കല്യാണത്തിന് വരാനായിട്ട് ആദ്യം ഞങ്ങൾ യേസ് പറഞ്ഞിട്ട് വേണ്ട, വരുന്നില്ല എന്ന് പിന്നീട് പറഞ്ഞപ്പം ഞങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെട്ടു, നിങ്ങൾ വന്നേ പറ്റത്തുള്ളെന്ന്. അങ്ങനെ ഞാനും എൻ്റെ സിസ്റ്ററും ഞങ്ങളുടെ 2 ഹസ്ബൻഡുമാരും ഞങ്ങൾ 4 പേരും ഇവിടെ വരികയും പുള്ളി കല്യാണം കഴിഞ്ഞ് ധൃതി കഴിഞ്ഞിട്ട് ഉടൻ തന്നെ ഞങ്ങളെ കാണിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം അമ്മാമ്മയും ബേച്ചാനും ഞങ്ങളെ കൊണ്ട് കാണിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് അമേരിക്ക വന്ന് കാണാനും നിമിത്തമായത് ഞങ്ങളുടെ ഈ ബേച്ചാനാണ്. എനിക്ക് ബാക്ക് പെയിൻ ആയതിനാൽ എനിക്ക് വളരെ ലോങ് ജേർണി ചെയ്യാൻ സാധിക്കില്ല. സ്റ്റിൽ എൻ്റെ ഹസ്ബൻഡ് എന്നെ ഫോഴ്സ് ചെയ്തു, നീ ചെല്ലെങ്കിൽ ബേച്ചാൻ കുറേ കൂടി എനർജറ്റിക് ആകും, നീ ഒന്ന് പോയിട്ട് വാ. അതിനു മുമ്പേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു 1.5 മാസം മുമ്പേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എൻ്റെ ഈ 2 പെങ്ങന്മാരും അവരുടെ ഹസ്ബൻഡുമാരും പുള്ളിയുടെ ഇളയ ഒരു ബ്രദർ ഖത്തറിലുണ്ട്, മോഹൻ എന്ന് പറയുന്ന ആൾ, പുള്ളിയും വൈഫും, നിങ്ങൾക്ക് 6 പേർക്കും വിസ ഉണ്ട്, അവർ 6 പേരും എന്നെ വന്ന് കാണണമെന്ന്. അന്നേരം പുള്ളിക്കൊരു മോറൽ സപ്പോർട്ട് കൊടുക്കുവാനായിട്ട് ഞാൻ പറഞ്ഞു, 7 മക്കളിൽ ഏറ്റവും ലാസ്റ്റ് ഞാനാണ്, അപ്പോൾ ആദ്യം പോകുന്നത് ഞാനായിരിക്കും, അതുകൊണ്ട് ഉപയോഗിച്ചാൽ ഡോണ്ട് വറി. അങ്ങനെ പുള്ളിയെ പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചു. ബേച്ചാനെ ഞാൻ ശകലം കറുത്തതായതിനാൽ ഞങ്ങളെപ്പോഴും എല്ലാ സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഞങ്ങൾ കളിയാക്കും. ആ നിമിഷം ഞങ്ങളോട് പറയും, കറുത്തവർക്ക് 7 അഴകും ഒരു കൊച്ചഴകും ഉണ്ടെന്ന്. എൻ്റെ കളർ രജിസ്റ്റേർഡ് കളറാണ്, ഞാൻ എവിടെ പോയാലും ഒരിക്കലും കറക്കില്ല. പക്ഷേ നീയൊക്കെ നാട്ടിൽ വന്ന്, ഞാൻ അബുദാബിയിലാണ് വർക്ക് ചെയ്തുകൊണ്ട് എന്നോട് പറയുന്നത്, നീ നാട്ടിൽ പോകുമ്പോൾ അറിയാം നീ എന്തും വേണ്ടി കറക്കുക എന്നുള്ളത്. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പുന്നാര ബ്രദർ ബേച്ച ഞങ്ങളെ വിട്ടു പോകുന്നത് എൻ്റെ ഫാമിലിക്കും ഞങ്ങളുടെ കലർത്തി കുടുംബത്തിനും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. എൻ്റെ ഫാദർ ഓൾവേസ് റിമൈൻഡ് ചെയ്യുന്ന ഒരു വാചകം, എപ്പോഴും ഞങ്ങൾ ചെറുപ്പമായിരുന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു തരുന്ന ഒരു സെൻറ്റൻസാണ്, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രയെന്ന്. അപ്പോൾ നമ്മളൊരു ബ്രീത്ത് എടുക്കുന്നതും ആ ബ്രീത്ത് വിടുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ലൈഫാണ് നമ്മുടെ ലൈഫ്. കുടുംബത്തിലെ ആരുടെ ബർത്ത്ഡേ വന്നാലും ആരുടെയെങ്കിലും വെഡിങ് ആനിവേഴ്സറി വന്നാലും പുള്ളി തന്നെത്താനെ, മോൻ പറഞ്ഞതുപോലെ തന്നെത്താനെ ഒരു പാട്ട് എഴുതി
ഒരാഴ്ചയ്ക്ക് മുമ്പേ തൊട്ട് തുടങ്ങും. ഇന്നാരുടെ മകൻ, ഇന്ന സ്ഥാനം, ഇന്ന വൈഫുണ്ട്, ഇന്ന മക്കളുണ്ട് എന്നെല്ലാം അതിനകത്ത് ആഡ് ചെയ്ത് ആ കറക്റ്റ് ബർത്ത്ഡേക്ക് പുള്ളി ഒന്നീ പാടിയിട്ട്, അമ്മാമ്മയുണ്ടെങ്കിൽ അമ്മാമ്മയും കൂടി ഇരുന്ന് പാടിയിട്ട് ഞങ്ങൾക്ക് അത് അയച്ചു തരും. ദുബായിൽ പുള്ളി ആദ്യം എറണാകുളത്ത് വർക്ക് ചെയ്തു. അവിടെ മൂത്ത ബ്രദറാണ് കൊണ്ടുപോയി ജോലി ചെയ്തത്, KG മാത്യു എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പുള്ളി 30 വർഷം ദുബായിൽ ജോലി ചെയ്തു, ഞങ്ങൾ അബുദാബിയിലും. ചിലപ്പം രാത്രി 12 മണിയാകുമ്പം ബേച്ചാനും അമ്മാമ്മയും വിളിച്ച് പറയും, ഞങ്ങൾ ഇപ്പോഴങ്ങോട്ട് വരിക. അന്നേരം മക്കൾ വിളിച്ച് പറയും, എളുപ്പം ഞങ്ങൾക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കുക ദീദിന്ന്. എന്നെ ദീദി എന്നാണ് വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വെളുപ്പിനെ 4 മണിയാകുമ്പം അവർ തിരിച്ചു പോവുകയും ചെയ്യും. കാരണം 8 മണിക്ക് അവർക്ക് ഡ്യൂട്ടിക്ക് പോകണം. അത്രമാത്രം ഞങ്ങൾ സ്നേഹിച്ചു. ആ സ്നേഹത്തിൻ്റെ ആഴം അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഒരു രാത്രി ഉറങ്ങാനുള്ള രാത്രി ഇപ്പോഴത്തെ കാലത്ത് 1.5 മണിക്കൂർ കൊണ്ട് ദുബായ് ടു അബുദാബി പോകാൻ പറ്റും. പക്ഷെ പണ്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു. ഒരു ഫോൺ പോലും ഇല്ലാത്ത ആ ടൈമിൽ കുഞ്ഞുഞ്ഞമ്മാമ ഒരു സിസ്റ്റർ ലോയെ പോലല്ലായിരുന്നു ഞങ്ങളുമായിട്ട് ബിഹേവ് ചെയ്തത്. പുള്ളിക്കാരിയുടെയും ഏറ്റ ഇളയ സിസ്റ്റർ ലോ ആയിരുന്നു ഞാനെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പായിരുന്നു ഞങ്ങളിൽ കൂടുതൽ അവിടെ നിലനിന്നിരുന്നത്. എൻ്റെ മദറിൻ്റെ പുന്നാര മകനായിട്ട് 30 വർഷം ഗൾഫിൽ വളർന്നു. പേരൻസിനെ എല്ലാം കൊണ്ടുവന്നു, സഹോദരങ്ങൾക്കെല്ലാം വേണ്ടത് ചെയ്തു കൊടുത്തു. ഈ 3 മക്കളെയും വളരെയധികം കഷ്ടപ്പെട്ട് അവരെ വളർത്തിയത്. ഇതെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. 3 പേരും 3 ആൺപിള്ളേരാണെന്ന് നമ്മൾ ഓർക്കണം. അവരെ പാട്ടിന് കൊണ്ടുപോകുന്നു, അവരെ ട്യൂഷന് കൊണ്ടുപോകുന്നു, അവരെ സ്കൂളിൽ വിടാൻ കൊണ്ടുപോകുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഗസേസിലായിരുന്നപ്പം മുനിസിപ്പാലിറ്റി നല്ല വെള്ളം ദൂരെ നിന്ന് പോയാൽ മേടിച്ചുകൊണ്ട് വരുന്നത്. ഫ്രൂട്ട്സും വെജിറ്റബിളും ഇഷ്ടംപോലെ സാധനങ്ങൾ ഞാനിങ്ങനെ കണ്ടിട്ടില്ല വേറെ. ഇഷ്ടംപോലെ സാധനങ്ങൾ കൊണ്ടുവന്ന് 2 ഫ്രിഡ്ജ് നിറച്ച് വെക്കും. മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരു ഫാദറും ഒരു മദറും. 55 വയസ്സ് കഴിഞ്ഞിട്ടും അമ്മാമ്മയുടെ അടുക്കളയിൽ ചെന്നാൽ ഒരു ബുക്ക് കാണും, നഴ്സിങ്ങിൻ്റെ ബുക്ക്. ബെഡ്റൂമിൽ ചെന്നാലും ഒരു ബുക്ക് തുറന്നു വെച്ചിരിക്കും. എപ്പോഴും പഠിത്തമാണ്. വളരെ മിടുക്കിയായിരുന്നു. 55-ാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോഴാണ് അമ്മാമ്മയുടെ ബ്രദേഴ്സും മദറും എല്ലാം അമേരിക്കയിലുണ്ടെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോരുന്നത്. അപ്പോഴും ബേച്ചാൻ വന്ന് എന്നോട് എപ്പോഴും പെതുക്കെ പറയടി, നീ ഒന്ന് പ്രാർത്ഥിക്ക്, അമേരിക്കയിലേക്ക് പോകണ്ട. കാരണം ഈ 30 ഇയേഴ്സ് ദുബൈയിലെ പുള്ളി വളരെ ആക്റ്റീവായിട്ട് ചർച്ചിൽ വർക്ക് ചെയ്തിരുന്ന ഒരു മെമ്പറാണ്. ഇപ്പോൾ ഇവിടുത്തെ സ്പീച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ 2 ദിവസം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത്. പുള്ളിയുടെ പല ഫ്രണ്ട്സുകളും ഇന്നലെ വന്നപ്പോൾ എന്നോട് സംസാരിച്ചു, എത്രമാത്രം ഈ പള്ളിക്ക് വേണ്ടി കഷ്ടപ്പെട്ടു എന്നുള്ളത്. ഇതിൻ്റെ ഫുൾ ഇലക്ട്രിക്കൽ വർക്ക് അച്ഛൻ വഴക്ക് പറഞ്ഞെങ്കിലാണ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നേരെ ഇവിടെ വന്നിട്ട് അച്ഛൻ വഴക്ക് പറയുന്നതനുസരിച്ചിട്ടാണ് പോയി വല്ലതും കഴിക്കുന്നത്. ഇതൊക്കെ ഞങ്ങൾക്ക് അറിവില്ലായിരുന്നു. എല്ലാവരുടെയും സംസാരത്തിൽ നിന്ന് ഞാൻ കേട്ടത് വാസ്തവമാണ്. ഇത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുള്ളൊരു ബ്രദറാന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ ഫാദർ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ഹി വാസ് എ പോലീസ് ഇൻസ്പെക്ടർ, എക്സൈസ് പോലീസ് ഇൻസ്പെക്ടർ. വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു വീട്ടിൽ. ഞങ്ങളെ 7 പേരെയും അതുപോലെ വളർത്തിയത്. പുള്ളിക്ക് ഉള്ള ഏറ്റവും വലിയൊരു നിർബന്ധം ഈ 7 മക്കളും ഒരിക്കൽ പോലും പിണങ്ങിയിരിക്കുവാൻ പാടില്ല, സ്നേഹമായിട്ട് ജീവിക്കണം. അതായിരുന്നു എൻ്റെ ഫാദറിൻ്റെ അന്ത്യാഭിലാഷം വരെ. ഒരിക്കൽ എൻ്റെ ഫസ്റ്റ് ബ്രദറും സെക്കൻഡ് ബ്രദറും തമ്മിൽ ഏതോ ഒരു വാക്ക് തർക്കം കൊണ്ട് അവർ പിണങ്ങിയിരിക്കേണ്ടി വന്നപ്പോൾ രാത്രി 2 പേരെയും വിളിച്ച് പറഞ്ഞു, നാളെ നേരം വെളുക്കുമ്പോൾ നിങ്ങൾ 2 പേരും സ്വന്തമായിട്ട് മാപ്പ് ചോദിച്ച് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കണം. മാതാപിതാക്കളുടെ നല്ല ശിക്ഷണം കേട്ട് രാവിലെ വെളുപ്പിനെ 5 മണിക്ക് അമ്മ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. അതിരാവിലെ തിരുസന്നിധി എന്നുള്ള പാട്ട് കേട്ടാണ് ഞങ്ങൾ ഉണരുന്നത്. വൈകിട്ടാകുമ്പോഴത്തേക്ക് ഉറക്കെ പാടണം. ഒരു സൗണ്ട് കുറഞ്ഞാൽ എൻ്റെ ഫാദർ ഷൗട്ട് ചെയ്യും, എന്തുകൊണ്ട് സൗണ്ട് കുറഞ്ഞു പോയി ആ പാട്ടിന്.
പുള്ളിയെപ്പറ്റി വളരെയധികം പറയാനുണ്ട്. എങ്കിലും അങ്ങനെ വളർത്തിയെടുത്തു മക്കളെ. ഒരു മകൻ ആദ്യമായിട്ട് ഗൾഫിൽ വന്നത് ബേച്ചാനാണ്. പുള്ളി ഗൾഫിലെ സാധനങ്ങളെല്ലാം കൊണ്ട് നാട്ടുകാർക്കും അമ്മയ്ക്കും അപ്പനും വീട്ടുകാർക്കും സഹോദരങ്ങൾക്കും ഒക്കെ കൊടുക്കുന്നത് കാണുമ്പോൾ എൻ്റെ ഫാദറിനും മദറിനും വളരെയധികം സന്തോഷമാണ്. എൻ്റെ അമ്മയും ഒരു പാവങ്ങളുടെ അമ്മയായിരുന്നു. എപ്പോഴും ഫുഡ് കൊടുക്കുക, മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുക, അതായിരുന്നു അമ്മയുടെ ഹോബി. ഞാൻ കുഞ്ഞുഞ്ഞമ്മാമയിലും കണ്ട ആ ഒരു വസ്തുതയാണ് ഫുഡ് കൊടുത്ത്. ഒരു വീട്ടിൽ നാട്ടിൽ വന്നാലും ഈ സെയിം തന്നെയാണ്. മറ്റുള്ള വീട്ടിൽ നിന്നും ഫുഡ് കളക്ട് ചെയ്ത് പുള്ളിക്കാരിയുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇവരെ കാണാൻ ഇഷ്ടംപോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആൾക്കാർ വരും. ഇവർക്കെല്ലാം ആ ആഹാരങ്ങൾ വീതിച്ചു കൊടുക്കും. ഇപ്പോൾ ഞാൻ 3-4 ദിവസമായി ഞാൻ ബേച്ചാൻ്റെ വീട്ടിൽ താമസിക്കുന്നു. മൂത്ത മകളായ വർഷയിലും ഞാൻ അത് കണ്ടു. സ്നേഹനിധികളായ ബേച്ചാൻ്റെ എല്ലാ ഫ്രണ്ട്സുകളും വരികയും കുറേ പേരെ ഞാൻ കാണുകയും അവരുടെ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്ന് സഹായിക്കുകയും അവരുടെ ആ പരസ്പര സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു, ഞാൻ കണ്ടു 2-3 ദിവസമായിട്ട്. അതിൽ നിന്ന് എനിക്ക് വളരെയധികം പാഠങ്ങൾ പഠിക്കുവാൻ സാധിച്ചു. ഇങ്ങനെ ഒരു സിസ്റ്റം ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ഫുഡ് വേറൊരു വീട്ടിൽ, ഞങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. പക്ഷെ വേറൊരു സഹോദരൻ്റെ വീട്ടിൽ ഒരു ബുദ്ധിമുട്ട് അല്ലെ ഒരു പ്രയാസം വരുമ്പോൾ ഒരു ആഹാരം കൊണ്ടു കൊടുക്കണമെന്നുള്ള ഒരു സംഗതി ഞാനിപ്പോൾ പഠിച്ചു. അല്ലീശ് വേറൊരു ഇവിടെ വന്ന് ഞാൻ കണ്ട് മനസ്സിലാക്കിയതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് അമേരിക്കയിലുള്ള മക്കൾ വേറെ അപ്പനും അമ്മയും വേറെ താമസിക്കുന്നതായിട്ട്. 3 മക്കളുള്ള അമ്മ കുഞ്ഞുങ്ങളുടെ ജോലി നിമിത്തം അവർ ദൂരെയാണെങ്കിലും ബിൻസും വർഷയും അടുത്ത് താമസിച്ച് അവർക്ക് കൊടുക്കാനും പറ്റിയ കെയർ സമയം കിട്ടുമ്പോഴൊക്കെ ബിൻസായാലും ബോബിനായാലും ഓടി വരും. ലാസ്റ്റ് മൂമെൻറ്റിൽ എന്നോട് ഒരു ദിവസം കരഞ്ഞു. എനിക്ക് വേണ്ടി എൻ്റെ കുഞ്ഞുഞ്ഞമ്മയില്ല, എപ്പം പറഞ്ഞാലും വൈഫിനെ പറ്റി പറഞ്ഞ് കരയും. ഈ വൈഫില്ലാത്ത സ്ഥാനത്ത് വർഷ കടന്ന് കഷ്ടപ്പെടുന്നത് ഓർത്ത് പുള്ളി കരയുന്നുണ്ടായിരുന്നു. ഞാനപ്പം സമാധാനിപ്പിച്ചു, അത് നമ്മുടെ ഡ്യൂട്ടിയാണ്, മക്കളുടെ ഡ്യൂട്ടിയാണ്, അവരത് ചെയ്യട്ടെ എന്ന്. പുള്ളിയുടെ ഒരു നിഷ്കളങ്കതയെപ്പറ്റി ഒരു വാക്ക് ഞാൻ പറയാം. ഒരിക്കൽ എൻ്റെ ആങ്ങളയുടെ മൂത്ത മകൾ ആഷയുടെ ഒരു വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുമ്പോൾ വലിയൊരു ഹോട്ടലിൽ വെച്ച് അത് ആഘോഷിക്കുന്നത്. വളരെയധികം ജനങ്ങളുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ ഒരു 7 മാസം പ്രായമായ, അവരുടെ ഭർത്താവ് അവരുടെ കൂടെ വന്നില്ല, ഒരു 7 മാസം പ്രായമായ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് കുറേ നേരം ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നു. കാരണം അവർക്ക് കൈമാറാൻ, ആ കുഞ്ഞിനെ ഒന്ന് കൈമാറി ഒരു ഇതെടുക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. ആ സാഹചര്യത്തിൽ ബേച്ചാൻ അവിടെ ചെന്ന് അവരോട് പരിചയപ്പെട്ടു. ആരാണെന്നും എന്താണെന്നും വീട്ടിൽ നിന്ന് ആരും വന്നില്ലയോ എന്നും ഒക്കെ പറഞ്ഞിട്ട് അവരോട് പറഞ്ഞു, കുഞ്ഞിനെ ഇങ്ങിതാ ഞാൻ എടുക്കാം, നിങ്ങൾ പോയി ആഹാരം കഴിക്കാൻ. പുള്ളി 1/2 മണിക്കൂർ ആ ഒരു കുഞ്ഞിനെയും ചുമന്നുകൊണ്ട് നിൽക്കുന്ന രംഗം. ആ സ്ത്രീ ആ കിട്ടിയ ലാക്ക് നോക്കി അവർ ഭക്ഷണം കഴിക്കുവാനും മറ്റുള്ളവരോട് സംസാരിക്കുവാനുമായിട്ട് പോയി. അവർ, എനിക്ക് തോന്നുന്നു ടോട്ടലി അവരുടെ കുഞ്ഞിൻ്റെ കാര്യം മറന്നുപോയി എന്നാണ് തോന്നുന്നത്. ഈ സാഹചര്യത്തിൽ ഞാനും എൻ്റെ സിസ്റ്ററും എല്ലാം കളിയാക്കുമായിരുന്നു, ഫ്രീ കിട്ടിയ ഗിഫ്റ്റായി എടുത്തോ എന്നും പറഞ്ഞു. ഒരു കുഞ്ഞിനെയും കൊണ്ട് 7 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് പുള്ളി നിൽക്കുന്ന രംഗം. പുള്ളി ആ കുഞ്ഞിനെ വെച്ച് പുള്ളി മറ്റുള്ളവരോട് പോയി, അപ്പോഴും പുള്ളിക്കാരന് ചോറുണ്ടിട്ടില്ല. അതാണ് പുള്ളിയുടെ ഇന്നസെൻസ്. ഒരു ശത്രുക്കൾ പോലും ഇല്ലാത്ത, നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കണ്ണിലുണ്ണിയായ ബേച്ചാന് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്നും ആദ്യമായിട്ട് കൊഴിഞ്ഞുപോയ ഒരു ഫ്ലവർ. പുള്ളിയുടെ ലാസ്റ്റ് ഗ്യാസ്പിംഗ് സ്റ്റേജിൽ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പം ബൈ 6:30 വർഷയും ബിൻസും അടുത്ത്, അന്ന് രാത്രി മുഴുവൻ ബേച്ചാൻ്റെ അടുത്ത് കിടക്കുവാണ്. ഞാൻ ദൂരെ നിന്ന് വന്ന് എനിക്ക് ബാക്ക് പെയിനൊക്കെ ഉള്ളതുകൊണ്ട് എന്നോട് കിടന്നുറങ്ങാൻ പറഞ്ഞു. രാവിലെ ആയപ്പം പുള്ളിയുടെ ഗ്യാസ്പിംഗ് കണ്ടുകൊണ്ട് അടുത്ത് വന്ന് നിന്നിട്ട് ഞാൻ പെട്ടെന്ന് ബൈബിൾ എടുത്ത് 91 സങ്കീർത്തനം വായിച്ചു. ഞാൻ മക്കളോട് പറഞ്ഞു, നിങ്ങൾ ആരും പോകരുത്, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണമെന്ന്.
ഞങ്ങളെല്ലാം നിൽപ്പുണ്ട്. അമ്മാമ്മയുടെ ബ്രദറായ ജോർച്ചാനും അടുത്ത് നിൽപ്പുണ്ട്. പ്രാർത്ഥിച്ചു. ബൈബിള് വായിച്ചിട്ട് ബേച്ചാൻ്റെ ഇഷ്ടമുള്ള ഈ പാട്ട് തന്നെ പാടി. ദൈവം തന്നതല്ലാതൊന്നുമില്ല, അതിൻ്റെ 4 വരി പാടി. എൻ്റെ അമ്മയുടെ എപ്പോഴും പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ഉള്ളൊരു പാട്ടും പാടി. ഞാൻ ബേച്ചാൻ പ്രാർത്ഥിക്കുന്നതിന് പകരമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ദൈവമേ, ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം ക്ഷമിച്ച് എനിക്ക് ഇത്രയും നാളും ചെയ്തു തന്ന എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ദൈവമേ, ഞാൻ നിൻ്റെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. 3-4 സെൻറ്റൻസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ലാസ്റ്റ് ബ്രീത്ത് കഴിഞ്ഞു. CPR കൊടുത്തിട്ടും ഒരു ബ്രീത്തും തിരിച്ചു വന്നില്ല. അപ്പോഴേക്ക് ഞാൻ മോനോട് പറഞ്ഞു, മൂത്ത മോനോട്, നിങ്ങൾ ആരും ഇപ്പം കരയല്ല ചെയ്യേണ്ടത്, പെട്ടെന്ന് തന്നെ നമ്മുടെ പള്ളിയിലെ അച്ഛനെ വിളിച്ച് പറ. അതുപോലെ തന്നെ ഇവിടെ ആരാ സർട്ടിഫൈ ചെയ്യുന്ന ആ വ്യക്തികളെ വിളിച്ച് ഇൻഫോം ചെയ്യാൻ പറഞ്ഞു. നാട്ടിലൊക്കെ ഡോക്ടേഴ്സാണ്, ഇവിടെ നേഴ്സസാന്ന് പറയുന്നു. അന്നേരം തന്നെ മോൻ അതനുസരിച്ചിട്ട് വിളിച്ച് പറഞ്ഞു. ആ സമയത്ത് ഞാൻ ബൈബിൾ വായിച്ച് പാടിക്കൊണ്ടിരുന്നു. അങ്ങനെ പീസ്ഫുള്ളായ ഒരു മരണവും പുള്ളിക്ക് കിട്ടിയെന്നുള്ളതാണ്. അധികം താമസിക്കാതെ തന്നെ അച്ഛൻ കേട്ട ഉടൻ തന്നെ അനീഷച്ഛൻ ഓടി വന്നോടെ. അതിൻ്റെ തലേദിവസം ആക്ച്വലി വെനസ്ഡേ കൊടുക്കാനിരുന്ന ലാസ്റ്റ് കുർബാനയായിരുന്നു. അത് ഞങ്ങൾ പോസ്റ്റ്പോണ്ട് ചെയ്തിട്ട് ഞങ്ങൾ സൺഡേ വൈകിട്ട് അല്ലേ, ട്യൂസ്ഡേ വൈകിട്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ അച്ഛനും അനീഷച്ഛനും ഷിബു അച്ഛനും കൂടെ വന്ന് ബേച്ചാന് കുർബാന കൊടുത്തു. സോളോ ചെയ്തില്ലെങ്കിൽ അത് ഞങ്ങൾ വിശ്വസിക്കുന്നു ലാസ്റ്റ് കുർബാന പുള്ളിക്ക് എടുക്കാൻ. കാരണം സോളോ ചെയ്യാനായിട്ട് സാധിക്കില്ലായിരുന്നു പുള്ളിക്ക്. കൊയറുകാർ വന്ന് പ്രത്യേകമായിട്ട് എൻ്റെ സൈഡിൽ കൂടെയുള്ള താങ്ക്സ് തരുന്നു. അവർ ബേച്ചാൻ്റെ പാട്ടും പാടി അവരും എല്ലാം വന്ന് കണ്ടു. അനീഷച്ഛൻ്റെ സ്പീച്ചിൽ ഒരു സ്പെഷ്യൽ വാക്ക് അച്ഛൻ പറഞ്ഞത് ഞാൻ നോട്ട് ചെയ്തു. ബേച്ചാൻ്റെ ക്യാരക്ടർ നമ്മളെല്ലാം കണ്ടു പഠിക്കേണ്ടതാണെന്ന്. ക്യാരക്ടർ ഈസ് അവർ ബ്യൂട്ടി. നമ്മുടെ വെളുപ്പിലോ കറുപ്പിലോ അല്ല. നമ്മൾ ചെയ്യാനുള്ള ചെയ്യുക, നമ്മൾ കൊടുക്കാനുള്ള സ്നേഹം കൊടുക്കുക. മരിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നതിലും ബെറ്ററാണ് ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു സ്മൈലിംഗ് ഫേസ് എങ്കിലും കൊടുക്കുവാനായിട്ട് സാധിക്കുന്നത്. പുള്ളി ഈ ജാനുവരി ഡിസംബറിൽ വന്നപ്പം 15 ദിവസം ഞാൻ പോയി കൂടെ താമസിച്ചു. തൊട്ടപ്പുറത്ത് ഞങ്ങളുടെ 5 പ്രദേശം അടുത്തടുത്താണ് വീട്. ഒരു ലാൻഡിൽ തന്നെയാണ് വീട് വെച്ചിരിക്കുന്നത്. ഞങ്ങളെ വളരെയധികം സന്തോഷിച്ചു. ഞങ്ങളുടെ ഒരു കസിൻ്റെ മകൻ്റെ കല്യാണം ഉണ്ടായിരുന്നു റെജി മസ്കറ്റിൽ. അവരുടെ മകൻ്റെ കല്യാണത്തിനും പോയി. പുള്ളി വളരെയധികം പാട്ട് പാടുന്ന ആളാണ്. തലേദിവസം എല്ലാം പാട്ട് പാടി വളരെയധികം പുള്ളി ഹാപ്പി ആയിരുന്നു. എൻ്റെ എല്ലാ ബ്രദേഴ്സിൻ്റെയും മക്കളോടും ആശ അങ്ങനെയുള്ള എല്ലാ നീസിനോടും വളരെയധികം സ്നേഹമാണ്. ചേട്ടന്മാരോടും അനിയന്മാരോടും അവരുടെ വൈഫുമാരോടും കാണിക്കുന്ന സ്നേഹം. എൻ്റെ മൂത്ത ബ്രദറിൻ്റെ വൈഫിൻ്റെ കൂടെ കയറി കിടക്കും. അമ്മാമ്മയെന്നും പറഞ്ഞു. അമ്മ വഴക്ക് പറയും, നീ ഒന്ന് മാറടാ എന്നും പറഞ്ഞു. അതായിരുന്നു ബേച്ചാൻ്റെ സ്വഭാവം. പ്രത്യേകിച്ച് എൻ്റെയും ഞങ്ങളുടെ കല്ലെഴുത്തി കുടുംബത്തിൻ്റെയും വകയായിട്ട് അനീഷച്ഛനോടും ഷിബു അച്ഛനോടും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ബേച്ചാനെ കൂടുതലായിട്ട് സ്നേഹിച്ച ചർച്ചിൽ വരുന്ന എല്ലാ ആൾക്കാരും, എല്ലാ ഫ്രണ്ട്സുകളും, എല്ലാ കസിൻസും, പ്രത്യേകിച്ച് അമ്മാമ്മയുടെ വീട്ടുകാർ, അമ്മാമ്മയുടെ മൂത്ത ബ്രദറായ ബേച്ചാൻ, ജോർച്ചാൻ, അവർക്കൊക്കെ അസുഖമാകുമ്പോൾ അമ്മാമ്മയൊക്കെ ഓടുന്നതും ബേച്ചാനൊക്കെ പോകുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരോടുമുള്ള താങ്ക്സ് പറഞ്ഞ് എൻ്റെയും എൻ്റെ ഫാമിലി, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ കല്ലെഴുത്തി കുടുംബത്തിലെ എല്ലാവരുടെയും ബേച്ചാൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ബേച്ചാൻ ഉമ്മ കൊടുക്കുകയും ചെയ്യുന്നു. We miss you, ബേച്ച.
ന്യൂജേഴ്സി സെൻറ്റ് പീറ്റേഴ്സ് മർത്തോമ ഇടവകയുടെ അംഗവും ഈ ഫാമിലി ഫാമിലിയുടെ മെമ്പേഴ്സിൽ ഒരാളുമായിരിക്കുന്ന മിസ്റ്റർ ടി സി ചാക്കോ ഇപ്പോൾ അനുശോചനം രേഖപ്പെടുത്തും. അതല്ലേ അച്ഛന്മാരെ, ദുഃഖിതരെ, ഈ ബേവിച്ചൻ എൻ്റെ ഇളയ മകൻ്റെ ഭാര്യ, എൻ്റെ ഇളയ മരുമകൾ സജിതാമ്മയുടെ അമ്മയുടെ സഹോദരിയുടെ ഭർത്താവാണ്. അദ്ദേഹം ഇവിടെ വന്ന കാലം തൊട്ട് ഞങ്ങളുമായിട്ട് വളരെയധികം സ്നേഹത്തിൽ കഴിഞ്ഞുകൂടുന്ന ഒരു കുടുംബമാണ്. അമ്മ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട അവരെല്ലാവരും സഹോദരങ്ങളൊക്കെ ബേച്ചൻ്റെ ഭാര്യയുടെ സഹോദരങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. ഇവർക്കൊരു പ്രത്യേകതയുള്ളത് വളരെ സ്നേഹമുള്ള കുടുംബമാണ്. എല്ലാവരും പരസ്പരം ഏത് കാര്യമുണ്ടെങ്കിലും സ്നേഹത്തിൽ ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. കഴിഞ്ഞ ശനിയാഴ്ച, ഈ കഴിഞ്ഞ വെള്ളിയ, അതിൻ്റെ പല കാര്യം പറയുമ്പോൾ ഞാൻ ഉൾക്കൊള്ളുന്ന ഞാൻ പ്രവർത്തിക്കുന്ന മേഖലകളിലൊക്കെ ഉടനെ എന്നോട് ചോദിച്ചു, അച്ചായൻ്റെ ഫുക്കാന എങ്ങനെയുണ്ട്, ഇവിടുത്തെ കേരള കൾച്ചർ ഫോറം എങ്ങനെയുണ്ട്, നിങ്ങളുടെ പള്ളി എങ്ങനെയുണ്ട്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, അച്ചായൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട്, സാമൂഹ്യ പ്രവർത്തനം ഒക്കെ ഉണ്ടോ, ഇപ്പോഴും പ്രായമൊക്കെ ആയി വരുന്നില്ലയോ, ഇതെല്ലാം ഞങ്ങൾ സംസാരിച്ചു ഒരു പകൽ മുഴുവനും. ഈ ഏതാനും ദിവസം മുമ്പ് അതെല്ലാം കഴിഞ്ഞ ഞാൻ ഒരു പ്രാർത്ഥനയോടുകൂടി നല്ല ആരോഗ്യം ഇനി കാണുവോളം ഞങ്ങളെ കാത്തു പരിപാലിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവമേ, ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരൊറ്റ കാര്യമുള്ളൂ, ആയുസ് തരികയാണെങ്കിൽ, അത് ഞാനും എപ്പോഴും പറയും, അദ്ദേഹത്തെക്കാൾ വളരെ പ്രായ കൂടുതലുള്ള ഒരു വ്യക്തിയാണ് ഞാൻ, എനിക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, ആയുസ് തരികയാണെങ്കിൽ ദൈവമേ ആരോഗ്യം തരണം, ജീവിക്കാനുള്ള മാർഗം തരണം, അല്ല കഷ്ടപ്പെടാൻ ഇടയാകരുത്. മരണം നിഴൽ പോലെ നമ്മളെ പിന്തുടരുകയാണ് എപ്പോഴും. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളുടെ ഫൊക്കാനയുടെ ഒരു നേതാവ്, ബഹുമാനപ്പെട്ട മാധവൻ നായരുടെ മകൾ, ഒരു ചെറുപ്പക്കാരി ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. ഞങ്ങളെല്ലാവരും അവിടെ പോയിരുന്നു. മരണത്തിന് പ്രായമൊന്നും ഒരു കാര്യമേ അല്ല. നമ്മുടെ ബൈബിളിൽ പറയുന്നുണ്ട്, നമ്മുടെ ആയുസ് 70 സംവത്സരം, ഏറെ ആയാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം, പ്രയാസവും ദുഃഖവും അത്രേ, അത് വേഗം തീരുകയും നമ്മൾ പറന്നു പോവുകയും ചെയ്യും. ഇത് അത്രയൊന്നും ആയില്ല. മരണം ഇപ്പോൾ നമ്മളെ ഭരിക്കുന്ന, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വെള്ളക്കാരനെ നടക്കാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്ത്യ എന്ന് പറഞ്ഞു ഇന്ത്യക്കാർക്ക് ക്യാൻസർ ഒരുപാടുണ്ട്, കാരണം അവരുടെ അത് എന്താണെന്ന് അറിയത്തില്ല, അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യണമെന്നൊക്കെ എന്നോട് ഞങ്ങൾ യാദൃശ്യമായിട്ട് സംസാരിച്ചും പറഞ്ഞു. ഒരുപാട് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മൾ പിന്നെ എന്താ ചെയ്യുന്നത്? ഇതിനെ നേരിടാനായിട്ട് നമ്മൾ സാധ്യമല്ല. ദൈവമാണ് അതൊക്കെ നിയന്ത്രിക്കുന്നത്. നമുക്കൊറ്റ കാര്യമുള്ളൂ, നമ്മുടെ ആയുസ് എത്ര ദിവസമായാലും നമ്മൾക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയം ദൈവം തന്നിട്ടുണ്ട്, അത് പ്രാപിക്കണം. എന്തിനാന്ന് ചോദിച്ചാൽ മരണത്തെ എപ്പോൾ വിളിച്ചാലും നമുക്ക് പോകാനായിട്ട് തയ്യാറാകുക, അത് മാത്രമേ നമുക്ക് കർമ്മീയമായുള്ളൂ. ബേവിച്ചനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ള ഒറ്റ കാര്യം, 2 തുള്ളി കണ്ണീര് മാത്രം കഴിഞ്ഞ ശനിയാഴ്ച ഒരു ദിവസം മുഴുവൻ ഞങ്ങളോടൊപ്പം, എൻ്റെ മകള് സൈതാവളോടൊപ്പം, കുഞ്ഞുങ്ങളോടൊപ്പം, എൻ്റെ കൊച്ചുപോൻ, അവരുടെ മക്കൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്ക് എന്തുവാ തരാനുള്ളത് ബേജ, ഞങ്ങൾക്ക് തരാനുള്ളത് 2 തുള്ളി കണ്ണുനീര് മാത്രം. നിങ്ങൾ സമാധാനത്തോടെ പോവുക,
സ്വർഗരാജ്യത്തിലേക്ക് ദൈവം വിളിച്ചിരിക്കുന്നു, നിങ്ങൾ പോവുക, സമാധാനത്തോടെ പോവുക. പിന്നെ ഒരു കാര്യം മാത്രമുണ്ട്, മരിക്കാത്ത ഓർമ്മകൾ, അത് മാത്രമേ ചെയ്യാനുള്ളൂ. നമ്മുടെ ശാരീരികമായിട്ട് നമ്മൾ മരിച്ചെന്ന് വരാൽ മരിക്കാത്ത ഓർമ്മകൾ നിലനിർത്തുക, അത് മാത്രമേ മക്കളോട് എനിക്ക് പറയാനുള്ളൂ. ഞാൻ പ്രതിദാനം ചെയ്യുന്ന സെൻറ്റ് പീറ്റേഴ്സ് മർത്തോമ പള്ളിയുടെ ഇടവ മിഷ്യൻ്റെ പേരിലും കഴിഞ്ഞ മിനിഞ്ഞാന്ന് ഞങ്ങൾ പ്രാർത്ഥന വെച്ചപ്പോൾ ഈ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ഇടവകയുടെ അനുശോചനം ഇവിടെ രേഖപ്പെടുത്തുകയാണ്, പ്രത്യേകിച്ച് ഇടവ മിഷ്യൻ്റെ. ഞാൻ പ്രധാനം ചെയ്യുന്ന മറ്റൊരു പ്രസ്ഥാനം വന്ന് ഫൊക്കാന. ഞാൻ പ്രധാനം ചെയ്യുന്ന മറ്റൊന്നാണ് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ്. ഇതിൻ്റെ ഒരു മലയാളിയുടെ വേർപാടെന്ന് പറയുന്ന തീരാ ദുഃഖമാണ്, തീരാ നഷ്ടമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു. ഈ എല്ലാ പ്രസ്ഥാനത്തിനു വേണ്ടിയും എൻ്റെ കുടുംബത്തിനു വേണ്ടിയും 1000 അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ദുഃഖം ഞങ്ങൾക്ക് 2 തുള്ളി കണ്ണീര് ഞങ്ങൾ ഒഴുക്കിക്കൊണ്ട് ഇവിടെ പറയും. മരിക്കാത്ത ഓർമ്മകൾ നിലനിർത്തട്ടെ. ഈ കുടുംബത്തിന് സമാധാനം സ്വർഗത്തിൽ നിന്ന് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കും. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഗായക സംഘം ഒരു പാട്ട് പാടുന്ന സമയത്ത് വ്യൂയിങ് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. മോചനം വീണ്ടും ജനനവും നീജപാപിയെങ്കിൽ വസിപ്പാൻ
ബോബിൻ ഇപ്പോൾ അംഗമായിരിക്കുന്ന റാൻഡോൾഫ് മർത്തോമ ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട സൈമൺ കുര്യനച്ചന് ഇപ്പോൾ അനുശോചനം രേഖപ്പെടും. വന്യ വൈദിക ശ്രേഷ്ഠർ, ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, ഒന്നുകൂടപ്പെട്ട ദൈവജനമേ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. യാഥാർത്ഥ്യമായിരിക്കുന്ന, സത്യസന്ധമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് മരണം എന്ന് പറയുന്നത്. നിരാകരിക്കുവാനോ നിഷേധിക്കുവാനോ ഏതെങ്കിലും തരത്തിൽ വേണ്ട എന്ന് വയ്ക്കുവാനോ മാറ്റിവെക്കുവാനോ സാധ്യമല്ലാത്ത ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്ന ഒന്ന് മരണം മാത്രമാണ്. ബാക്കിയുള്ളതിനെയൊക്കെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അതുകൊണ്ട് ഏത് സമയത്തും ഒരുക്കമുള്ളവരായിരിക്കാൻ വചനവും അതിൻ്റെ അനുഭവങ്ങളും നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന് നന്മ വിടർത്തുന്ന ജീവിതം കാഴ്ചവെക്കുക എന്നുള്ളതാണ് ഓരോ മരണ ശുശ്രൂഷയും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നോർമലി വി സേ ദർ ഇസ് ഡിപ്പാർട്ടഡ് സോൾ. ഡിപ്പാർട്ടഡ് ബോഡി എന്ന് നമ്മൾ ഒരിക്കലും പറയാറില്ല. വേർവിട്ടു പോകുന്ന ആത്മാവ് എന്നതാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഒരു ആത്മാവിൻ്റെ മാറ്റം മാത്രമാണ് മരണം. ഇറ്റ്സ് ട്രാൻസ്ഫറിങ് ഫ്രം വൺ ബോഡി ടു അനദർ പ്ലേസ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വളരെ കൃത്യമായി മലയാളത്തിൽ പറയാറുള്ളത്, ഈ യാത്രയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയ്ക്ക് യാത്ര അയപ്പ് എന്ന് പറയുന്നു. ഈ ലോകത്തിലെ ജീവിതം പൂർത്തീകരിച്ച് ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നത് അതിൻ്റെ നിയോഗം പൂർത്തീകരിച്ച് ദൈവം വിളിച്ച സമയത്ത് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട പ്രിയ പിതാവിൻ്റെ നല്ല ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. കഴിഞ്ഞ വർഷം ഞാൻ ഈ പ്രദേശത്ത് വന്നതായ സമയത്താണ് പ്രിയ ബോബിൻ്റെയും ഷെറിൻ്റെയും കുഞ്ഞിൻ്റെ മാമോദിസ ഉണ്ടായത്. ആ സമയത്താണ് പ്രിയ മാതാവ് അസ്വസ്ഥയായി കിടന്നിരുന്നു. എന്നാൽ പിതാവ് വളരെ ഊർജ്ജസ്വലനായി അന്ന് അതിൽ പങ്കെടുത്തത് ഞാൻ വളരെ നന്മയോടുകൂടെ ഓർക്കും. അതിനുശേഷമാണ് മാതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത്. ധന്യമായ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ദൈവം കൊടുത്തതായ സാഹചര്യങ്ങളെ ദൈവത്തോടും മനുഷ്യനോടും ചേർന്ന് വായിച്ച് മനസ്സിലാക്കിയെടുത്ത ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ തീരുമ്പോൾ ദൈവം നമുക്ക് നന്മകളെ പ്രദാനം ചെയ്യും, സമാധാനത്തെ പ്രദാനം ചെയ്യും. എന്നാൽ തീർച്ചയായും പ്രിയ മക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൻ്റെ ക്രമങ്ങൾ വെച്ച് നോക്കിയാൽ, അക്കോർഡിംഗ് ടു ദി ഓർഡർ ഓഫ് ദിസ് വേൾഡ്, ദിസ് ഈസ് വെരി വെരി സാഡ് തിങ്. യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. കാരണം നമുക്ക് അന്നം തന്ന, അല്ലെങ്കിൽ നമ്മളെ പ്രസവിച്ച, അല്ലെങ്കിൽ നമ്മളെ ഊട്ടിയ, നമ്മളെ കൈപിടിച്ച് നടത്തിയ എല്ലാ അനുഭവങ്ങളും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് പ്രയാസമുണ്ട്, വേദനയുണ്ട്, ഭാരമുണ്ട്. എന്നാൽ ഒരു ക്രിസ്തീയമായ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന പോലെ വി ഷാൽ മീറ്റ് അഗെയിൻ, നമുക്ക് വീണ്ടും കാണാമെന്നുള്ളതായ ഒരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയിൽ ജീവിക്കുവാൻ, ആ പ്രത്യാശയിൽ നിലനിൽക്കുവാൻ പ്രിയ മക്കൾക്ക് ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ബോബനും ഷെറിലും കുഞ്ഞുമായിരിക്കുന്നതായ ന്യൂജേഴ്സി മാർത്തോമ ഇടവകയുടെ അനുശോചനം ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. ദുഃഖാർത്ഥനായ കുടുംബാംഗങ്ങൾക്ക് ദൈവം എല്ലാവിധമായ ആശ്വാസവും സമാധാനവും സൗഖ്യവും നൽകി വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. On behalf of Perel family, Mr. Santosh Naine.
Hi, my name is Sandosh Nainan. I'm the nephew of Baby Uncle. I remember first meeting Baby Uncle on a trip our family took to Dubai. And I don't remember too much from that trip. Some places, but I first remember meeting Vince, Bibbin, and Bobbin, and Baby Uncle. And I always remember how welcoming Baby Uncle is, and his presence, his smile, always joking. That's one of the main things I remember from that. Fast forwarding many years, when he came to the U.S., he also came here with that same presence, is what I'm trying to say. Every time you saw him, he was very welcoming, always greeted you with a smile, always joking. My father joked this morning that Baby Uncle was the only person that he couldn't frustrate or get a rise out of every time he, made a joke at him or at the expense of him. So he always was very loving, welcoming to everybody. Even during the times he was sick, after surgery, when we would go visit him, it was always the same personality, happy, and that's how I'll always remember him. There was one time that we all talked about soon after our Kunyandi passed away. That was the first time that I ever saw him with a frown on his face, not smiling, not happy. So I'm happy today that I got to spend the time that I did with Baby Uncle. I'm happy now that he's with Kunyandi. So hopefully they're in heaven, smiling down on us and hopefully blessing us for the rest of our time. Thanks. ഗ്രാൻഡ് റെപ്രസെൻ്റ് ചെയ്ത് ദിയ വിൻസി ഇപ്പോൾ ഷെയർ ചെയ്യുന്നു. Hello, my name is Leah. I am the oldest grandchild. Abacha had 6 grandchildren, Shreya, Asher, Lily, Leah, Serena, and me. Abacha would always used to pick us up from school. He used to trick us by making noises of different animals, especially cat noises. When Abacha got really sick, I took care of him even more than any of the doctors did. I was able to feed him, visit, and sit with him, to sit next to him while he was in the hospital. During the last communion, I was able to hold his hands the whole entire time. Whenever he came to pick us up, both Amachi and Abacha, he would always argue about who gets to drive and who does not get to drive. Before Amachi got sick, she was very naughty. When Abacha went inside the building to come pick us up, Amachi would go to the driver's seat. When Abacha came back to the car with us, Abacha would always see that Amachi was in the driver's seat. He would scream at her during the last stages of Abacha's life. He could only nod his head, saying yes or no, and open his eyes. I know that Abacha and Amachi are both in a better place now. I just have to say something.
Papa John and Amachi too, if you are listening, I just want to say that we all love you both and are going to miss you both a whole lot. Thank you. ഇപ്പോൾ ഗായക സംഘം പ്രിയപ്പെട്ട ജോണിച്ചാൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗാനം പ്രത്യേകിച്ച് തനിക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ പാടുന്നതായിട്ടുള്ള തൻ്റെ പ്രിയപ്പെട്ട ഗാനം ഗായക സംഘം ഇപ്പോൾ പാടും. ആ സമയത്ത് വ്യൂയിങ്ങിനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ മുൻപോട്ട് കടന്നു വരാം. അതിനുശേഷം ബിൻസിയും ബിബിനും ബോബിനും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയും ചെയ്യുന്നു. എന്റെ സങ്കടത്തിൽ പങ്കുചേരും ദൈവമാശ്വാസം പകർന്നിടും. എന്നിൽ സന്തോഷത്തിൻ വിളയേകും എന്നുമെന്നും നന്മയേകിടും. പിഴവുകളേറ്റു ചൊന്നാൽ ക്ഷമയാരുടെ
അന്നു തരും. ഓ എന്റെ ദൈവമേ, ജീവന്റെ മാർഗമേ, നിന്നോട് ചേരട്ടെ ഞാൻ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എന്റെ ജീവിതത്തിൽ. ദൈവത്തിന്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ. എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകി തീരുമോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എന്റെ ജീവിതത്തിൽ. ദൈവത്തിന്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. Respected Achins, thank you for being here. It's a little weird having to do this a second time in less than a year, but I think eventually it comes down to these words, and I really hope I can summarize what it is Appa was to us. A caring son, a loving brother, a memorable friend, a loving husband, an inspiring father, and most proudest position that he held close to his heart is being a joyous grandfather. There are some traits that many people are very familiar with, and I hope there are people that will remember him for all of that. He loved his God, he loved his faith, he loved his church. I can with confidence say that his children, his daughters-in-law, his grandkids, all of us share the same passion and love for the church and faith. He was a very hardworking person. Appa was very joyful in his interactions with his friends and coworkers, and his friends and coworkers would probably say the same about him. He was definitely fun-loving with everything that he did. He was emotional. Besides the love that he had for our family, he loved his own family, which is his sister, his brothers, the nephews and nieces. He was very generous with his time, with his love, and with his money. Although I do have to tell a few things that brought him down. There are seldom things that can slow down Appa or weaken him, but there were some visible things that as a child and as his own son that I can really remember. One of them was when our Appacha, that is his father, passed away. It was extremely sudden. It happened within a matter of hours, and it brought him down really bad, and I've never seen him down so weak until Amma passed away. But thankfully his siblings were there to bring him up, and I still remember him, still remembering Appacha through many years later. There was another time that he felt really down, was also one of his best friends. To us, she was Veli Mummy. It was his brother's wife. She was more of a best friend because she had been there through so many ups and downs through his career before he even got married. And when she passed away, he was also really down, and he was visibly down. So that's when I knew him to be emotional. And then all of us remember when Amma passed away. He was not the same, but he still was able to hold himself up for a long time. Through all of these years, he has expressed
like he's always pointed out that he does not have any regrets, he does not have any disappointments, but he did tell us of a few things. And one of his big regrets was, I'm not sure if my brothers remember this, but was of one request that I could not fulfill, and I was responsible for not fulfilling that. Was he wanted a trio band. He wanted a band, like a music band. He wanted Bibinachan to do the singing. He wanted Bensalem to play the piano. He wanted me to play the guitar, which I stopped learning after a long time. And he had told me once upon a time that was one of his regrets, but we both laughed about it, and we let it be, because we have choir masters amongst us, and both my brothers fulfilled that role without me, and that was something that my dad was extremely proud of. I'm also here to kind of point out a few things that we forget, that some pictures cannot capture, and some things that people don't remember about Appa that has gone unnoticed. Appa was a person who really loved a good image. He was always very well dressed. He loved to capture memories through his pictures, through photographs, and all three of us have a passion for photography through that. I can also say that he loved playing sports. He loved watching them. And some of my fondest memories were when Bensalem and Bibinachan went to college and I did not have anyone else to talk to or like just even interact with at times. Appa and I, all what we had to do was switch on tennis and we would be watching games back and forth. Appa still says one of his most exciting parts of working his job was he took part in helping out at the Dubai Tennis Open in the month of February years ago. I can't even remember how long ago. And he got a chance to watch one of his favorite players, Sampras, play. And he did not get a seat, but he was actually standing at the floodlights because in case the floodlights were out, he had to replace them. And he told me one of his joyous moments were actually standing there and watching that game. And it truly is, he said, was an amazing view. He and I, we loved watching basketball, and particularly a few games with Kobe Bryant was one of the things that we loved. He loved his job at the airport. Don't get me wrong, his coworkers are here. He might not have been the person that he was when he started working, but he loved everything that he did at the airport. He was very thankful to the people that helped him get the job. At the same time, his 25 plus 30 years in the airport in Dubai was amongst his proudest moments of working at the airport. And I can tell you that he has so many stories with the air show and with snow duties and things like that. And he loved so much about his job that he used to love talking about it. A few things. This is the more subtle things that people might not know about him. He actually loved working out. He was a fan of yoga. Every morning, 15 to 20 minutes. He was very particular. He wanted to take care of himself. That was his routine, his regimen. Whenever he was awake and nobody was at home, this is what he did. And I found out because I used to accidentally walk into the room and he had his head upside down once. And I was scared because I was wondering what is going on. And he said, "No, I'm just stretching. Just relax. You're okay." I'm like, this is my thing. There are a few things that slow him down, and one of it was his, actually, I should say his illness really did not slow him down. It was actually Amma's passing and his fourth surgery that really slowed him down. Everyone knows that because after the fourth surgery, he could not go back to work, and that really was him because he could not think of time without working. And as Desi and Didi said, that one of his most joyous things was to be able to go to India. Personally, I don't believe he's missed a single nephew or niece's wedding. Past 11 years, everyone has actually planned it according to Baby of Weapons availability. If he's available in December, the wedding's happening in December. If he's available in January, the wedding's happening in January. It was never a wedding without Baby of Weapons and Didi. He got a chance to visit Kerala in January, and that was, I think, something that he never forgot for a very long time. This is just for humor. Close to the time when he got diagnosed with the tumor, he I think my brothers remember this, but he was actually lifting weights
He was lifting weights, and that's when he found out that, that's when he sort of had a semi-seizure and he got hospitalized. But it was not a shock to me that he was lifting weights. I don't think it's a shock to my brothers either, because one of the things that very few people know, I don't even know if Didi Andy knows, that he was in a Mr. Chenganur program. He used to do weights, he used to lift weights, he used to bodybuild, and that was his passion. His passion was taking care of himself, and he really mastered that for a very long time. But in the end, I know that these last few days were something that he did not imagine. He did not imagine not being able to talk to his sister when she came, but he took the effort and talked to her, and that was something more joyful. I just want to point out one last thing. He brought joy to many people through his words, through his works, his touch, and mostly his smile. I want to thank all of you for the prayer and continued support as we remember that this Christian man, the caring son, her loving brother, your memorable friend, my late Amma's loving husband, our kid's grandfather, and our inspiring father. As we continue to remember him, I want to thank all of you for your support. Hello all, and thank you for being here this afternoon to celebrate our father. I'm Bibin, the second son. It is with heavy heart that I stand here. It has been merely 10 months since the passing away of my beloved Amma. Never did I expect to be here so soon. Truly the Lord has a plan, and we are called to trust in him. While our parents left our sides at an earlier time than expected, my brothers and I are still very blessed that we have had. Who will I be able to do such things with now? Whomever, maybe it won't be up. Appa loved family, family values, and family time. He would call family meetings whenever something needed to be discussed or decisions needed to be made. I didn't think I would say this, but I miss it. And I will miss it. His siblings were everything to him, and he held them in his heart with such pride. My dad's youngest sister, Daisy Auntie, was blessed to join us, and she made it in time before Appa passed. Even though he was unable to verbalize as well due to his tumor progression, we witnessed his joy and love while Daisy Auntie was by our side. He responded to her, opened his eyes to see her, and mustered what little energy he had to talk about her. His love towards his siblings was always an example about brotherhood for us three growing up. My father loved the arts. He entertained, he had the passion for music, and he loved to sing any chance he got. He even instilled those skills in us by sending us for instrumental classes and music classes. Not only did he encourage our passion in us, but he also reminded us to use our talents for the Lord. I remember how proud our father would be when we played an instrument, was involved in choir, or sang at certain gatherings. Besides music, he was handy. He had a knack for fixing and building. I remember as a child, I would follow around my dad, and he would teach me how to hammer that or solder this. Little did I know that what my father taught me would also be the spark of my career. But also like to think he passed on his handy side to me, because nowadays I somehow find myself always looking for something to fix around the house. He taught us boys to be men, teaching us many things fathers teach their sons, like driving a stick shift, lifting weights, how to wear a mund. The list is endless. But I can sum it up and say he geared us up for the life ahead. My brothers and I were going through the pictures you see here today, and it dawned on me the many moments we take for granted, moments that we forget to cherish, moments that are no more. I know my dad is no longer suffering, and I know he is enjoying eternal life with our Lord. I take comfort knowing that. After all, that's all a son hopes for his parents. Both Appa and Amma had worked hard for us to see us in a good place. They had hopes to enjoy retirement together in India, knowing their sons were okay and settled. However, I see it as instead of retiring and moving back to India, they retired from life and moved to heaven.
but it still pains me that they are no longer physically here to be part of the new memories that my brothers and I will create. I hope to pass down Appa's legacy, values, and dreams to my children, and in turn celebrate the life that my dad lived. For it truly was a life worth celebrating. I would like to end with the words from the song Save Me a Place by Matthew West, who wrote the song when he had endured a loss in his own family. I have asked the questions why, but I guess the answers for another time. So instead, I'll pray with every tear and be thankful for the time I had you here. I want to live my life just like you did and make the most of my time just like you did. And I want to make my home up in the sky, but until I get there, just save a place for me. I'm Vinci. I'm the oldest son, and I had the privilege to be living with my parents in their end stages, and that brought back all the memories that I had during my childhood. In my childhood, they used to be there singing songs, making us sing songs with them, and they also used the same culture, the same habits that they had, the same things that they taught us, they were teaching my children too. When Dia, Shreya, and Asher were there, they were all with them, teaching them songs, teaching them how to do things, and playing around with them. Any competitions, anything, and Dad was there, my mom was there. He was the light in a crowd. He knew how to keep a crowd going. He knew how to keep, Samuel uncle said, he knew how to keep a busload of people going for how many hours it was. He was a light in the party. Any weddings that he went to, he was always putting random songs, bringing up random thoughts, random talks, and cheering the crowd more than anything else. He was a cheer in everybody's heart. He was a cheer in everybody's smile. The Kalurital family are definitely upset. They are sad. And more so, what I miss is unbearable, unspeakable. You already heard about what he has done so far. With the church, he's done a lot, construction-wise. He's done a whole lot in the house. Anytime I had any issues, I would run to him. Anytime I could call them both, my parents. And I always think of this, they were smiling, they were happy till about 2014, 2016, when my dad had the seizure and he was diagnosed with this brain tumor. That was the first episode, and since then, I haven't seen him smile as much. 2016 onwards, it was 1 year after the other. My dad had a surgery. Every year, almost, it looked like. And the last one was in February. He was sad with my mom's departure, and he tried to make up by going to work. Yet that void could not be filled. February, before that, December, January, he went to India. He wanted to make sure he saw his siblings. The siblings wanted to make sure that he was happy. They stayed together, didn't let him out of their sight. And kudos to all the siblings who did that. So proud of them for that. February, he came back, did the surgery, did not go back to work. And since then, it's been a different ride for us at home. Every chemo had a side symptom, and we didn't know what to expect when he went in for another chemo. This 2 weeks ago, we had planned a visit to Teaneck, to my cousin sister's house. And my cousin sister also kept telling, my brothers kept telling me, hey, he doesn't look good, he doesn't look good. And I cried out to my sister saying, if he goes in, he's not coming out this time. I didn't know that those words were true.
he went in to the hospital on that Sunday. He was he was mumbling. But he had the joy in his heart, and he kept us all happy. Whatever I spoke to him, whatever I asked him, he always told, whatever you think is right, just go ahead and do it. Nothing to worry about. You heard from my aunt. He was brought home, and at the final communion, after the final communion, the next day, he moved on. Some of the good things, some of the blessings that he had, and my mom had, they both had their siblings with them. They both had their sisters next to them to take care of them. I just think Didi came from Abu Dhabi, and if it wasn't, I think, or it's my belief, that my dad was waiting for her to come. My dad wanted his siblings to be here when he was sick, wanted to be here today too. And I'm so happy that Didi could make it from all his siblings, and he also was so happy that he didn't have anything else to look out for. The choir came and sang his favorite song. That was another thing that he wanted, and he was happy with when the choir sang his song. Let me I don't know what I'd give. I don't know what I'd give to say, or to call again on a phone call, or even open the door and say, hello, Appa. Hey, Amma, how's it going? The same old way, the same old voice, to hear his voice, to see his smile, to see his jokes, sit with him, chat with him. So I would urge, if your father is still here, cherish him with care, for you'll never know the heartache until you see his empty chair. Both my parents taught me to stand strong, but I cannot be strong enough to accept that they're not here anymore. We miss you, Appa. We miss you, Amma. Sorry. Let me just move into the word of thanks. I just want to say thanks to a few people. First of all, thank you to Anishachen and family for being the support during my mom's time, during my dad's time. This was a rapid decline, but they took every effort to be there with us. Thank you, Anishachen and family, for their support. Want to thank the Christos Church and officials and the members for accommodating us here. It was supposed to happen at Ascension, and none of us wanted it there because Appa's heart and soul is in Christos, and I'm glad the Christos church members and the officials all moved in favor of this and accommodated the request. I want to give a special thanks to the church choir for singing his favorite song before he passed away, and even in the church. Thank you to all the choir members. Thank you to all the various organizations for your support, prayers, and every single thing that you did wherever we were. There were various families, different families that came, stepped up, helping out with food, with arrangements, and everything, even inside the church. Without taking special names, I just want to say thank you to all of you who have done that for us. Thank you to Aero Digital and Photography for live streaming the pictures and the videos. Thank you, Rojesh and team. Thank you, CB Jacob, for accommodating a rush picture request. He was on his way back from work, and he sat the next couple of hours, just quickly did it and gave it to us. Thank you, CB, for that. Thank you, Sunita Varghese and Sajan, for the floral arrangements, all the flowers that you did. Thank you to the Philadelphia Airport and their staff for accommodating my dad and his requests and supporting him through his journey. From when we came into US, they've been with him, and especially when my mom was diagnosed, when he was diagnosed,
the Philadelphia airport staff was with him. They had a brotherly love there, and it's truly a city of brotherly love that we could experience there. Thank you to St. Gregorius Orthodox Church for allowing us to use their facility tomorrow. Thank you, James McGee Funeral Home, for all the arrangements, everything related to my dad, and taking care of him to and fro, the transportation, everything else. Two other special thanks that I want to say. One is to Didi's husband, Raju uncle, for pushing her to come here today and be here for this viewing, be here with him. She took a month-long vacation to be with him, to tend to his care. She didn't realize, neither did we, that she was here only for a couple of days and spent 2 days with Appa, and he's no more now. But it's a blessing and it's a privilege. And above all, I just wanna thank God for giving me the opportunity, as well as I wanna thank God for giving Varsha in my life because of my wife. A lot of crazy requests that she had to go through. She had the guts and the courage to step up and say, let's move into my parents' house and let's be with them. They need our support. So thank you, honey, for that. Thank you all for your support and your prayers during this time, and appreciate you coming here today. Thank you. സർവീസ് ആരംഭിക്കാനായി പോവുകയാണ്. I request all family members, please come this side, and funeral home people will come and arrange. ആരാധനയ്ക്കായിട്ട് എല്ലാവർക്കും എഴുന്നേൽക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടിതാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ള ദൈവമായ കർത്താവേ, കൽപ്പന ലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീനരായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, തിരുവിഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ദൈവമേ, ഈ ആയുസിന്റെ നിത്യതയെ കുറിച്ചുള്ള ബോധത്തോടും വരുവാനിരിക്കുന്ന നിത്യായുസിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള പുറപ്പാടിനും യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. ഹോശോ മന്മയനായ ആദാമിൻ മക്കൾക്കു പുനരുത്ഥാനം വാഗ്ദാനം തൻ കൃപയാലേ ചെയ്തവനാം മശിഹാ നാഥാ, ജീവനുള്ള നിൻ മരണത്തെ ഞങ്ങൾ വന്നേ ചീടുന്നു. നിന്റെ പുനരുദ്ധാനത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ആദാമിനുടെ സുതരായ മനുഷ്യരെല്ലാവരുടെയും ജീവമരണങ്ങളിന്മേലും അധികാരിയാം മശിഹായേ, നിൻ പ്രത്യക്ഷതയുടെ വലുതാം ദിവസത്തിൽ നീ അടിയാരേ ൊത്തതുപോൽ പകരം നൽകും മശിഹായേ. നിൻ മഹിമയ്ക്കു ചേരുന്ന വെണ്ണിലയങ്കി അടിയാരേ സൈന്യവുമായി ഉദിക്കുമ്പോൾ കുഞ്ഞാടിന്റെ രക്തത്തിൽ കുളിച്ചവരെല്ലാം തിരുമുൻപാകെ നിന്നിടുമേ. തൃത്വരഹസ്യമായുള്ള പിതൃപുത്രാത്മാക്കൾക്കെന്നോ സ്തുതിയും വന്ദനവും പുകഴും ഉന്നതിയും നാമേറ്റേണം.
നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നതിനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും പൊടിയിൽ നിദ്ര പ്രാപിക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തന്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായ മെസ്സിഹാ തമ്പുരാൻ തന്റെ ദാസന്റെ സംസ്കാര ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ഹുസ്സോ അബഗുൽ സുബാൻ ഉൽമീൻ. ദൈവമായ കർത്താവേ, ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും നിർമ്മിച്ച ഉണ്മയിലേക്ക് നീ വരുത്തി. നീ മനുഷ്യനെ സൃഷ്ടിച്ച് രാജകീയമായ അവസ്ഥ കൊണ്ട് അവനെ ശ്രേഷ്ഠനാക്കി. നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു. വഞ്ചകനായവൻ മൂലം അവൻ കൽപ്പന ലംഘനത്തിൽ അകപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണകളുടെ പിതാവും സകല ആശ്വാസത്തിന്റെയും ദൈവമേ, അവനെ വഴിതെറ്റിയവനായ ശേഷം തള്ളിക്കളയാതെ സർവലോകത്തിന്റെയും പരമവൈദ്യനായി നിന്റെ ഏകപുത്രനെ നീ അയച്ച് അവന്റെ മഹത്വമുള്ള വർണ്ണം കൊണ്ട് മനുഷ്യനെ നീ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യനെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞ ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ പിതാവിന്റെ സംസ്കാര ശുശ്രൂഷയുടെ നേരത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമതെഴുന്നള്ളി പ്രത്യക്ഷനാകുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവർത്തികൾക്ക് തക്കവണ്ണം പ്രതിപകരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യം അവകാശമായി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിന്റെ കൂടാരങ്ങളിൽ ചേർത്ത് കൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവനും നിന്റെ വിധികൾ എത്രയും സത്യമുള്ളവനാകുന്നുവെന്ന് ഇരുഭാഗക്കാരും ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദീസായേറ്റവനും ദൈവികമായ ശുശ്രൂഷകളിൽ സംബന്ധിച്ചവനും നിന്റെ ഏകപുത്രന്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചവനും ആയ ഈ പിതാവ് ആഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയിൽ നിന്നും കെട്ടുപോകാത്ത അഗ്നിജ്വാലയിൽ വേദനപ്പെടുകയിൽ നിന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് ഈ പിതാവ് സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ പതിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുന്ന പ്രത്യാശയോടെ ഈ പിതാവിന്റെ വേർപാടിൽ ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മൗത്തുകരമായ ഈ പ്രത്യാശയ്ക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, മനസ്സിലുള്ള ദൈവമേ, മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചും ഇരിക്കുന്നവനായ ഞങ്ങളെയും പ്രത്യേകമായി ദാസന്റെ കുടുംബത്തിൽ എല്ലാവരെയും നിന്റെ കരുണയുടെ ബഹുത്വത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരനെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനയും നീക്കിക്കളയണമേ. ആകുല ചിന്തയില്ലാത്ത സമാധാനം കൊണ്ടിവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവികമായ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലങ്കൈ കൊണ്ട്
വിശുദ്ധന്മാരുടെ പൂർണ്ണതയിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നിലുള്ള വിശ്വാസവും ആശ്രയമുണ്ട് ഇവർ ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൗകികമായ സകല അനുഗ്രഹങ്ങൾ കൊണ്ടും ഇവരെ സന്തുഷ്ടിയുള്ളവരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായ യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവൻ നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തു നിന്നുള്ള പുറപ്പാടിനൊരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിന് മുൻപാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറുതിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെ എല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റുവാൻ അർഹരായി തീരുകയും ചെയ്യണമേ. ഹോശോ ഉയർപ്പും ജീവനും താനായിരിക്കുന്നവനും തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്ന തന്നിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ഒരു നാളും മരിക്കുകയില്ലെന്നും അരുളി ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ പിതാവായ ദൈവമേ, നിന്നിലുള്ള വിശ്വാസത്തിലും ഭയഭക്തിയിലും ഈ ആയുസിനെ വിട്ടുപിരിഞ്ഞവരായ നിന്റെ ദാസീദാസന്മാരായ എല്ലാവർക്കും വേണ്ടി നിന്റെ പരിശുദ്ധ തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവേ, അവരോടുകൂടെ ഞങ്ങളും നിന്റെ സ്വർഗരാജ്യത്തിന്റെ അനുഭവക്കാരായി തീരത്തക്കവണ്ണം അവരുടെ നല്ല ദൃഷ്ടാന്തത്തെ പിന്തുടരുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. എന്റെ സഹോദരരെ, ഇന്ന് നാം എവിടെയാകുന്നുവെന്നും നാളെ നാം എവിടെയായിരിക്കുന്നുവെന്നും ഓർത്തുകൊള്ളുവീൻ. ഇന്ന് ആ വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴിയിൽ മൗനതയുള്ളവരായിത്തീരുന്നു. ദിവസം തോറും ഇതോർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. ഹോ മരിച്ചവരെ, പുനർജീവൻ അടുത്തല്ലോ, ദുഃഖിക്കേണ്ട ദേഹനാശത്തിങ്കൽ നിങ്ങളെ സൃഷ്ടിച്ചോർ ദേഹത്തെ ഉയർപ്പിച്ച് പ്രവർത്തിക്കൊത്തപ്പോൾ നീതിയായി ഫലമേകും. മരിച്ചവരിടയിൽ നീ താഴ്ത്തപ്പെട്ടല്ലോ, പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ. ആദാമേൻ സുതരെ നീ ഉയർപ്പിപ്പാനെത്തുമ്പോൾ നിന്നിൽ വിശ്വസിച്ചവരാ അടിയാരെയും ഉയർപ്പിക്കാം. വായന 1 കൊരിന്ത്യർ 15 അധ്യായം 12 മുതൽ 19 വരെ. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായും സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം
ക്രിസ്തുവിങ്കിൽ പ്രവേശിച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവന്റെ മേലും മരണത്തിന്മേലും അധികാരമുള്ളവനായ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ അടുത്തു വരുമ്പോൾ പിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ ഈ ധന്യമായ ജീവിതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ഭൂമിയിൽ ജനിപ്പാനും ജീവിപ്പാനും ദൈവഹിതം തിരിച്ചറിഞ്ഞ് ദൈവപാതയിൽ സഞ്ചരിപ്പാനും അവിടുന്ന് ഞങ്ങൾക്ക് അവസരം നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഓരോ ജീവിതവും കർത്താവിന് വ്യക്തമായ പദ്ധതിയോടുകൂടിയാണല്ലോ സൃഷ്ടിക്കപ്പെടുന്നത്. സൃഷ്ടിതാവിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് ഈ ഭൂമിയിലെ ജീവിതം പൂർത്തീകരിപ്പാനും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുവാനുമുള്ള ഭാഗ്യം അവിടുന്ന് ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നതോർത്ത് നന്ദി അർപ്പിക്കുന്നു. പ്രത്യേകമായി ഈ സമയത്ത് ഞങ്ങൾ നിന്ന് വേർപെട്ടു പോയ പ്രിയ പിതാവിൻ്റെ ധന്യമായ ജീവിതത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജനിച്ച നാൾ മുതൽ കർത്താവെ, അന്ത്യസമയം വരെയും വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിപ്പാനും കുടുംബജീവിതത്തിൽ ദൈവം മക്കളെ ദാനമായി നൽകിയപ്പോൾ നന്നായി അവരെ വളർത്തുവാനും കർത്താവുമായുള്ള ബന്ധത്തിലും വളർന്നു വന്ന സഭയെ സ്നേഹിക്കുവാനും സഭയുടെ ശുശ്രൂഷകളിലൊക്കെ ഏറ്റവും പവിത്രമായി ഇടപെടുവാനും മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ആ തരത്തിൽ സൂക്ഷിപ്പാനും കുടുംബത്തെ നന്നായി ശുശ്രൂഷിപ്പാനും ഒക്കെ പിതാവിനെ ഇടയാക്കിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. തന്നിലൂടെ അനേക നന്മകൾ തലമുറകളിലേക്ക് പകരുവാൻ പിതാവിനെ ഇടയാക്കിയല്ലോ, സ്തോത്രം. ദൈവമായ കർത്താവെ, പ്രത്യേകിച്ച് മക്കളെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാവ് ചില മാസങ്ങൾക്ക് മുൻപ് അവർക്ക് നഷ്ടമായി. പിതാവ് ഇപ്പോൾ അവരിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു. ദൈവമേ, ജീവിതത്തിലെ ഏറ്റവും പ്രയാസമേറിയ സമയങ്ങളിലൂടെയാണല്ലോ ഈ പ്രിയ മക്കൾ കടന്നു പോകുന്നത്. മറ്റൊരു മനുഷ്യനും ഏത് വാക്ക് പറഞ്ഞാലും ആശ്വസിപ്പിക്കുവാൻ സാധിക്കുകയില്ല. ഈ ലോകത്തിൽ മക്കളെ ഇതുപോലെ സ്നേഹിക്കുവാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ല, ഞങ്ങളുടെ പിതാവും മാതാവും. അത് കഴിഞ്ഞ ഈ ലോകത്തിൽ ആർക്കും സ്നേഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. ദൈവമേ, പ്രിയ മക്കളോട് അവിടുന്ന് കരുണ തോന്നി ഈ ഒരു വലിയ വിടവ് കർത്താവെ നികരുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ സമാധാനം അവർക്ക് നൽകി അവരെ ബലപ്പെടുത്തണമേ എന്ന് അടിയങ്ങളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. മക്കൾക്കായി, അവരുടെ കുടുംബങ്ങൾക്കായി, കൊച്ചുമക്കൾക്കായി, ഇന്ന് കടന്നു വന്നിരിക്കുന്ന സഹോദരങ്ങൾക്കായി, ബന്ധുക്കൾക്കായി, ഇടവക ജനങ്ങൾക്കായി, സ്നേഹിതർക്കായി, ഈ ശുശ്രൂഷയിൽ അവരോടൊപ്പം അവരുടെ വേദനയിൽ പങ്കുചേർന്ന എല്ലാവർക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്, അനീഷച്ചന് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുവാൻ അവിടുന്ന് ഈ ദിവസങ്ങളിൽ ബലപ്പെടുത്തുന്നതിന് നന്ദി അർപ്പിക്കുന്നു. ശുശ്രൂഷയിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്ക് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. കർത്താവെ, ഏത് സമയവും ഞങ്ങളുടെ മുൻപിലും മരണമുണ്ടല്ലോ, അതെപ്പോഴും ഓർക്കുവാനും കർത്താവിൻ്റെ വരവിനായി ഞങ്ങൾ ഒരുങ്ങുവാനും കർത്താവെ അതിനായി വ്യക്തതയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ തീരുമാനമെടുക്കുവാനും ഞങ്ങളെയൊക്കെ നീ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം ശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, നിനക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപദോഷങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷകളെ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദോഷം രക്ഷിക്കണമേ. എന്നിട്ട് ആ രാജ്യം ശക്തിയും മഹത്വം എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്നതായ ദൈവത്തിന്റെ സമാധാനം ദൈവത്തെയും തന്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹായെയും കുറിച്ചുള്ള
അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളോടുകൂടെയും നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്ന സകല ദോഷങ്ങളിൽ നിന്ന് നിങ്ങളെ കാത്തുമറിച്ച് സകല നന്മകൾക്കും നിങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുമാറാകട്ടെ. ഈ ശുശ്രൂഷ ഇവിടെ പൂർണ്ണമായിരിക്കുന്നു. ഈ ശുശ്രൂഷയിൽ എന്നോടൊപ്പം ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട തോമസ് കെ മാത്യു അച്ഛൻ, ജിൻസൺ കെ മാത്യു അച്ഛൻ, ബഹുമാനപ്പെട്ട സമൻ കുര്യൻ അച്ഛൻ, ഈ വന്നിയ വൈദിക ശ്രേഷ്ഠരോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നാളത്തെ വ്യൂവിംഗ് ടൈം 8:30 to 9 AM ഫാമിലി ടൈമാണ്. 9 to 10:30 പബ്ലിക് വ്യൂവിംഗ്. 10:30 സർവീസ് ആരംഭിക്കുകയും തുടർന്നുള്ള ശുശ്രൂഷകൾ റോസ്ഡെയിൽ മെമ്മോറിയൽ സെമിറ്ററിയിൽ വെച്ച് നടത്തപ്പെടുകയും ചെയ്യുന്നതാണ് 12 o'clock. എല്ലാവരുടെയും പ്രാർത്ഥനയോടുള്ള സഹകരണം, സാന്നിധ്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഇപ്പോൾ ആരെങ്കിലും കാണുവാനായിട്ടുണ്ടെങ്കിൽ അവർക്ക് മുൻപോട്ട് വരാം. അല്ലെങ്കിൽ ഫാമിലിക്ക് കുറച്ച് സമയം അവർക്ക് സ്പെൻഡ് ചെയ്തതിന് ശേഷം തുടർന്ന് നിങ്ങൾക്കെല്ലാവർക്കും ശാന്തമായിട്ട് ബാക്കിയുള്ളവർക്ക് പിരിഞ്ഞു പോവുകയും ചെയ്യാവുന്നതാണ് എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയും ചെയ്യുന്നു. താങ്ക് യു.